السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. أما بعد، اللهم إنا نسألك خير هذه الليلة وخير ما فيها، نصرها وفتحها ونورها وبركتها وهداها، ونعوذ بك من شر هذه الليلة ومن شر التي قبلها ومن شر التي بعدها. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. اللهم أصلح لنا النية والذرية والعمل. أما بعد. സഹോദരങ്ങളെ, നോമ്പിൻ്റെ വിധിവിലക്കുകളിൽ നോമ്പിൻ്റെ ഷർത്തുകളെക്കുറിച്ച് അഥവാ നോമ്പിൻ്റെ നിബന്ധനകളെക്കുറിച്ചാണ് കഴിഞ്ഞ ദർസിൽ നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് അതിനോട് ചേർന്നുള്ള മറ്റൊരു വിഷയമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത്, ആർക്കാണ് നോമ്പ് ഒഴിവാക്കാൻ ഇളവുള്ളത്? കാരണം ഷർത്തുകൾ രണ്ട് രൂപത്തിലുണ്ടെന്ന് നമ്മൾ പഠിച്ചു. ഒന്ന് നോമ്പ് സഹീഹാകാനുള്ള ഷർത്ത്, മറ്റൊന്ന് നോമ്പ് നിർബന്ധമാകാനുള്ള ഷർത്ത്. നോമ്പ് സഹീഹാകാൻ ഉള്ള ഷർത്തുണ്ട്, അതേസമയം നോമ്പ് നിർബന്ധമാകാനുള്ള ഷർത്തുമുണ്ട്. എന്താണ് അതിനുള്ള തമ്മിലുള്ള വ്യത്യാസം? ഉദാഹരണത്തിന്, ഒരു കുട്ടി പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് നോമ്പെടുത്താൽ നോമ്പ് സഹീഹാണ്, പക്ഷെ ആ കുട്ടിക്ക് നോമ്പ് നിർബന്ധമാവുകയില്ല. അതേസമയം ഹൈദുള്ള ആർത്തവകാരിയായ ഒരു സ്ത്രീ നോമ്പെടുത്താൽ ആ നോമ്പ് സഹീഹല്ല, അവൾക്കത് നിർബന്ധമല്ല എന്ന് മാത്രമല്ല, അവളത് എടുക്കാൻ പാടില്ല, സഹീഹുമല്ല. അപ്പൊ അതിനോട് ബന്ധമുണ്ട് ഈ പറയുന്ന വിഷയത്തിന്. അതായത്, നോമ്പ് നിർബന്ധമാകാനുള്ള നിബന്ധനകളോട് ബന്ധമുണ്ട് ഈ പറയുന്ന വിഷയത്തിന്. അതായത്, ആർക്കൊക്കെയാണ് നോമ്പ് ഒഴിവാക്കാൻ ഇളവുണ്ടാവുക? ഒന്ന് മരീദാണ്, രോഗിയാണ്. രോഗിക്ക് നോമ്പ് ഒഴിവാക്കാനുള്ള ഇളവ് ഉണ്ട്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, ഫമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തുൻ മിൻ അയ്യാമിൻ ഉഖർ. ഫമൻ കാന മിൻകും മരീദൻ, നിങ്ങളിൽ ആരാണോ രോഗിയായത്, ഔ അലാ സഫർ, അല്ലെങ്കിൽ യാത്രക്കാരനായത്, ഫഇദ്ദത്തുൻ മിൻ അയ്യാമിൻ ഉഖർ, റമദാൻ അല്ലാത്ത മറ്റുള്ള ദിവസങ്ങളിൽ ആ എണ്ണം നോമ്പ് പൂർത്തിയാക്കിയാൽ മതിയാകും. അള്ളാഹു അവന്റെ കിതാബിൽ നമുക്ക് നൽകിയിട്ടുള്ള ഇളവാണ്. അള്ളാഹുവിന്റെ റഹ്മത്തിനാൽ ഈ ദീനിൽ അവൻ യാതൊരു പ്രയാസവും നിശ്ചയിച്ചിട്ടില്ല. വമാ ജഅല അലൈക്കും ഫിദ്ദീൻ മിൻ ഹറജ്, അള്ളാഹു നിങ്ങൾക്ക് ദീനിൽ ഒരു പ്രയാസവും നിശ്ചയിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ റഹ്മത്താണ്. ഈ ദീനിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ, ഒരാളെയും അള്ളാഹു അതിന്റെ വുസ്അ അല്ലാതെ ഏൽപ്പിക്കുകയില്ല. വുസ്അ എന്ന വാക്ക് നോക്കൂ, നിങ്ങൾക്കറിയാവുന്നതുപോലെ അത് വിശാലതയെ സൂചിപ്പിക്കുന്ന പ്രയോഗമാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത് കാണാം, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ എന്നാണ് അള്ളാഹു പറഞ്ഞത്. അതിലെ പാഠങ്ങളിൽ ഒന്നാണ്, അള്ളാഹു ഒരാളെ കഴിയുന്നതേ ഏൽപ്പിച്ചിട്ടുള്ളൂ, പക്ഷേ കഴിയുന്നത് മുഴുവൻ അള്ളാഹു ഏൽപ്പിച്ചിട്ടില്ല. ഒരാളുടെ കഴിവ് മുഴുവൻ അള്ളാഹു ഏൽപ്പിച്ചിട്ടില്ല. നിങ്ങൾ നോക്കൂ, 5 നേരത്തെ നിസ്കാരം നമുക്ക് നിർബന്ധമാണ്. നമുക്ക് 5 നേരം ഈ പറഞ്ഞ എണ്ണം മാത്രമേ നിസ്കരിക്കാൻ സാധിക്കൂ? അല്ല. ഒരാൾക്ക്, ഏതൊരു മനുഷ്യനും അതിനേക്കാൾ കൂടുതൽ നിസ്കരിക്കാൻ സാധിക്കും. 30 നോമ്പ് മാത്രമേ ഒരു വർഷം ഒരാൾക്ക് എടുക്കാൻ സാധിക്കൂ? അല്ല, അതിൽ കൂടുതൽ സാധിക്കും. അപ്പൊ നോക്കൂ, സാധിക്കുന്നതേ അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ സാധിക്കുന്നത് മുഴുവൻ അള്ളാഹു ഏൽപ്പിച്ചിട്ടില്ല, മറിച്ച് അതിലൊരു വിശാലതയുണ്ട്. ആ കാര്യം സൂചിപ്പിക്കുന്നു, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ. അള്ളാഹു ഒരാൾക്ക് അതിന്റെ വുസ്അ അല്ലാതെ ഏൽപ്പിച്ചിട്ടില്ല. അതിൽ തന്നെ ഒരു വിശാലതയുണ്ട്. അള്ളാഹു കഴിയുന്നത് മുഴുവൻ ഏൽപ്പിച്ചിട്ടില്ല. റഹ്മാനായ റബ്ബ് നോക്കൂ, അവൻ സ്വർഗപ്രവേശനത്തിന് നിബന്ധനയാക്കിയ കാര്യങ്ങൾ എത്രമാത്രം എളുപ്പമുള്ളതാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ഇന്നദ്ദീന യുസ്റുൻ, ഈ ദീൻ അത് എളുപ്പമുള്ളതാണ്. വല യുശാദ്ദദ്ദീന അഹദുൻ ഇല്ലാ ഗലബഹ, ആരെങ്കിലും ആ ദീനിനെ കടുപ്പമാക്കാൻ ശ്രമിച്ചാൽ ദീൻ അവനെ പരാജയപ്പെടുത്തി കളയും. അള്ളാഹു കൽപ്പിച്ചത്, അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത് എളുപ്പമുള്ളതാണ്. അള്ളാഹു വിലക്കിയത്, അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയത് നമുക്ക് തന്നെ പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അത് ചെയ്താൽ അതിന്റെ പ്രയാസം ആദ്യം അനുഭവിക്കുന്നത് നമ്മൾ തന്നെയാണ്. അള്ളാഹു ഒരിക്കലും അവന്റെ അടിമകളോട് പിശുക്ക് കാണിച്ചതല്ല.
മറിച്ച് അവരുടെ നന്മയ്ക്ക് വേണ്ടി അള്ളാഹു ചില കാര്യങ്ങൾ അവർക്ക് വിലക്കുകയാണ് ഉണ്ടായത്. നോക്കൂ, ദീനിന്റെ എളുപ്പങ്ങളിൽപ്പെട്ടതാണ്, ഒരാൾ രോഗിയാണോ അയാൾക്ക് റമദാനിൽ നോമ്പ് ഒഴിവാക്കാൻ ഇളവുണ്ട്. എന്താണ് രോഗം എന്ന് പറഞ്ഞാൽ? എല്ലാ രോഗങ്ങൾക്കും ഒഴിവാക്കാൻ ഇളവുണ്ടോ? നോമ്പ് ഒഴിവാക്കാൻ ഇളവുണ്ടോ? ഏതൊക്കെ രോഗങ്ങൾക്കാണ് നോമ്പ് ഒഴിവാക്കാൻ ഇളവുള്ളത്? അത് എങ്ങനെയെന്ന് പറഞ്ഞാൽ, നോമ്പെടുത്താൽ ആ രോഗം കൂടുമെന്ന് ഒരാൾക്ക് പേടിയുണ്ട്. നോമ്പെടുത്താൽ അസുഖം വർദ്ധിക്കും എന്നൊരാൾക്ക് പേടിയുള്ള രൂപത്തിലുള്ള അസുഖമാണ്. അല്ലെങ്കിൽ ആ അസുഖത്തിന്റെ കൂടെ നോമ്പെടുക്കുക പ്രയാസമാണ്. ഇങ്ങനെയുള്ള രോഗ അവസ്ഥയിലാണ് നോമ്പ് ഒഴിവാക്കാൻ ഇളവുള്ളത്. ശ്രദ്ധിക്കുക, ഒന്നുകിൽ പ്രയാസമൊന്നുമില്ല, ആ രോഗത്തിൽ വേണമെങ്കിൽ അയാൾക്ക് നോമ്പെടുക്കാം. പക്ഷേ നോമ്പെടുത്താൽ രോഗം കൂടാൻ സാധ്യതയുണ്ട്. നോമ്പെടുത്താൽ രോഗം കൂടാൻ സാധ്യതയുണ്ട് എന്നയാൾ പേടിക്കുകയാണ്. അല്ലെങ്കിൽ ആ രോഗം കൂടുകയില്ല, പക്ഷേ രോഗമുള്ളപ്പോൾ നോമ്പെടുത്താൽ അത് പ്രയാസമായിരിക്കും നോമ്പ്, എങ്കിൽ നോമ്പ് ഒഴിവാക്കാൻ ഇളവുണ്ട്. അപ്പോൾ വളരെ നിസാരമായ ഒരു തലവേദനയോ വളരെ നിസാരമായ ഒരു ജലദോഷമോ വന്നാലല്ല ഒരാൾക്ക് നോമ്പ് ഒഴിവാക്കാൻ ഇളവുള്ളത്. ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കാൻ, നിസാരമായത്. അതേസമയം ഈ തലവേദന തന്നെ, ഈ ജലദോഷം തന്നെ ഒരാൾക്ക് ചിലപ്പോൾ കടുത്ത രൂപത്തിലായിരിക്കും വരുന്നത്. എല്ലാവർക്കും അത് ഒരുപോലെയല്ല വരിക, എല്ലാവർക്കും അത് ഒരുപോലെയല്ല. ചിലപ്പോൾ ജലദോഷമായിരിക്കും, പറയാൻ ജലദോഷമാണ്, പക്ഷെ കടുത്തതായിരിക്കും. അത് ഒരു നിലക്ക് ആൾക്ക് നോമ്പെടുത്താൽ ആൾക്ക് പ്രയാസമുണ്ടാകുന്ന രൂപത്തിൽ അത് എത്തിയിട്ടുണ്ട്. തലവേദനയാണ്, എന്തൊരു തലവേദനയല്ലേ, ഒരു പല്ലുവേദനയല്ലേ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല, പക്ഷെ അത് കടുത്ത രൂപത്തിലായി. നോമ്പെടുത്താൽ ആൾക്ക് ബുദ്ധിമുട്ടാകുമെങ്കിൽ നോമ്പ് ഒഴിവാക്കാൻ ഇളവുണ്ട്. അതേസമയം വളരെ നിസാരമായ ഒരു പല്ലുവേദനയോ തലവേദനയോ ജലദോഷമോ മറ്റോ ആണെങ്കിൽ നോമ്പ് ഒഴിവാക്കാൻ ഇളവില്ല. അൽമർഉ അദ്റാ ബിനഫ്സിഹി എന്നാണ് അറബിയിലെ ചൊല്ല്. ഒരാൾക്ക് തന്നെ കുറിച്ച് നന്നായി അറിയാം, അവനവന് വരുന്ന രോഗങ്ങളെക്കുറിച്ച്, അതിന്റെ കടുപ്പത്തെക്കുറിച്ച് ഒരാൾക്ക് അറിയാം. അപ്പോൾ അയാൾക്ക് പേടിയാവുകയാണ്, നോമ്പെടുത്താൽ രോഗം കൂടും, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാകുമെന്ന് തോന്നുകയാണ്. അല്ലെങ്കിൽ നോമ്പെടുത്ത് കുറച്ച് അങ്ങോട്ടെത്തി, കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അയാൾക്ക് പ്രയാസമാവുകയാണ്, എങ്കിൽ അയാൾക്ക് നോമ്പ് ഒഴിവാക്കാൻ ഇളവുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ചില രോഗങ്ങൾ ആ സമയത്ത് നോമ്പെടുത്താൽ ഒരുപക്ഷെ അയാൾക്ക് അപകടം സംഭവിച്ചേക്കാം, മരിച്ചുപോയേക്കാം ചിലപ്പോൾ. അങ്ങനെയുള്ള രോഗമുണ്ടായി. അങ്ങനെയുള്ള സന്ദർഭത്തിൽ നോമ്പ് ഒഴിവാക്കുക ഇളവല്ല, മറിച്ച് നോമ്പ് ഒഴിവാക്കുക നിർബന്ധമാണ്, വാജിബാണ്. ഒരാൾക്കൊരു രോഗം പിടിപെട്ടു, ആ രോഗം ഉണ്ടായിരിക്കുക നോമ്പെടുത്താൽ ചിലപ്പോൾ മരിച്ചു പോയേക്കും, എങ്കിൽ അങ്ങനെയുള്ള സന്ദർഭത്തിൽ നോമ്പ് എടുക്കുക പാടില്ല, മറിച്ച് നോമ്പ് ഒഴിവാക്കുക നിർബന്ധമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വലാ തഖ്തുലൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളെ തന്നെ കൊലപ്പെടുത്തരുത്. അതുപോലെ അല്ലാഹു പറഞ്ഞു, വലാ തുൽഖൂ ബിഐദീകും ഇല തഹ്ലുക, നിങ്ങൾ നിങ്ങളുടെ കൈകളെ നാശത്തിൽ കൊണ്ടിടരുത്. സ്വയം നശിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. അപ്പൊ നോക്കൂ, ഇതാണ് രോഗാവസ്ഥയിൽ നോമ്പ് ഒഴിവാക്കാൻ ഇളവുണ്ട് എന്ന് പറഞ്ഞാൽ. എന്നാൽ രോഗം മാറിയാൽ റമദാനിന് ശേഷം ആ നഷ്ടപ്പെട്ട എണ്ണം നോമ്പ് എടുത്തുവിട്ടൽ വാജിബാണ്, അത് നിർബന്ധമാണ്. ആ നോമ്പുകൾ അയാൾക്ക് വേണമെങ്കിൽ ഇടവിട്ട് നോറ്റുവിട്ടാം, അല്ലെങ്കിൽ ഒരുമിച്ച് നോറ്റുവിട്ടാം, സൗകര്യം പോലെ ഒരാൾക്ക് നോറ്റുവിട്ടാം. വേഗത്തിൽ റമദാൻ കഴിഞ്ഞ ഉടനെ നോറ്റുവീട്ടിയാൽ വളരെ നല്ലത്. കാരണം ഒരാൾ അള്ളാഹുവിനോടുള്ള തന്റെ ബാധ്യത പെട്ടെന്ന് ഒഴിവാക്കിയാൽ, അത് നല്ല കാര്യമാണ്. അതേസമയം അത് വൈകിപ്പിക്കുന്നത് കൊണ്ട് തകരാറില്ല, അത് വൈകിപ്പിക്കുന്നതിൽ തെറ്റില്ല. ഇനി നോക്കൂ, ചില ആളുകളുടെ രോഗങ്ങൾ അത് മാറുമെന്ന പ്രതീക്ഷ നഷ്ടപ്പെട്ട രോഗമായിരിക്കും. രോഗങ്ങൾ സ്ഥിരമായി ഉള്ള രോഗങ്ങളാണോ എങ്കിൽ അങ്ങനെയുള്ളവർക്ക് നോമ്പ് ഒഴിവാക്കിയാൽ അത് എടുത്തുവിട്ടുക നിർബന്ധമില്ല. എടുത്തുവിട്ടുക സാധ്യമല്ല, കാരണം സ്ഥിരം ആയുള്ള രോഗമാണ്, നിത്യരോഗികൾ. അങ്ങനെയുള്ള ആളുകൾക്ക് നോമ്പ് ഒഴിവാക്കിയാൽ ഓരോ നോമ്പിനും പകരമായി അവർ ഫിദിയ നൽകുകയാണ് ചെയ്യേണ്ടത്. ഒരു നോമ്പിന് പകരം ഒരു മുസ്ലിമായ സാധുവിന്
ഒരു നേരത്തെ ഭക്ഷണം നൽകുക. നഷ്ടപ്പെട്ട ഓരോ നോമ്പിനും പകരമായി മുസ്ലിങ്ങളായ സാധുക്കൾക്ക് ഒരു നേരത്തെ ഭക്ഷണം നൽകുക. അതാണ് ഒരു നോമ്പിന്റെ പ്രായശ്ചിത്തം. ഇനി ഭക്ഷണം നൽകാൻ സാധിച്ചില്ല എങ്കിൽ അതിനു പകരം ഭക്ഷ്യധാന്യം നൽകിയാലും മതിയാവും. ഉദാഹരണത്തിന് അരിയോ ഗോതമ്പോ അങ്ങനെയുള്ള ഒരു നാട്ടിലെ ഭക്ഷണധാന്യം എന്താണോ അത് നൽകിയാൽ മതിയാവും. എത്രയാണ് നൽകേണ്ടത്? നൽകേണ്ടത് ഒരു നോമ്പിന് പകരം അര സാ ആണ് നൽകേണ്ടത്. അര സാ. ഒരു സാ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആധുനിക തൂക്കത്തിന്റെ കണക്കിൽ ഏതാണ്ട് ഒരു 3 കിലോ വരും. 3 കിലോ അടുപ്പിച്ചു വരും. അപ്പൊ അര സാ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 1.5 കിലോ. അത് അതിനോട് അടുപ്പിച്ച് നൽകിയാലും മതിയാവും. കാരണം പഴയ കാലത്തെ മുദ്, സാ തുടങ്ങിയ അളവുകൾ ഇക്കാലത്ത് എത്ര വരും എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. സ്വാഭാവികമാണ്. കാരണം പഴയ കാലത്തെ അളവ് പാത്രങ്ങളാണ് ഇതൊക്കെ. സാ, മുദ് എന്നതൊക്കെ. മുദ്ദിന്റെ പാത്രം ഉണ്ടാവും, സായിന്റെ പാത്രം ഉണ്ടാവും. അപ്പൊ അതിൽ ആ മുദ്ദിൽ ചിലപ്പോ വലിപ്പം കൂടുതലുള്ള ധാന്യങ്ങൾ ഇട്ടാൽ അത് ചിലപ്പോ അതുപോലെ ആയിരിക്കില്ല വലിപ്പം കുറഞ്ഞ ധാന്യങ്ങൾ അതിലിട്ടാൽ ആ പാത്രത്തിൽ കൊള്ളുക. തൂക്കത്തിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ നോക്കൂ, ഇതാണ് പഴയ പാത്രങ്ങൾ. മുദ്, സാ ഒക്കെ പഴയ കാലത്തെ അളവ് പാത്രങ്ങളാണ്. അതുപോലെ ഹദീസുകളിൽ കാണാം, മുദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരൊറ്റ വലിപ്പമുള്ള ഒരു മനുഷ്യൻ, ഒരാൾ തന്റെ ഇരു കൈകളിൽ ഇങ്ങനെ കോരിയെടുത്താൽ അതാണ് ഒരു മുദ്. 4 മുദ്ദാണ് ഒരു സാ. 4 തവണ ഇങ്ങനെ കോരിയിട്ടാൽ എത്രയായി? ഒരു സാ. ഒരൊറ്റ മനുഷ്യൻ അങ്ങനെ കോരിയിട്ടുകൊണ്ട് അളവ് പിടിക്കാൻ ഇങ്ങനെ അത് മതിയാവും. കുഴപ്പമൊന്നുമില്ല, അങ്ങനെ മതിയാകും, തെറ്റില്ല. പക്ഷേ ആധുനിക അളവിൽ ഈ നമ്മുടെ കിലോഗ്രാമിൽ അത് എത്ര വരും എന്നതിൽ സ്വാഭാവികമായ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ വല്ലാഹു അലം കൂടുതൽ ശരി അത് ഏതാണ്ട് ഒരു 3 കിലോ വരുമെന്നാണ് ഒരു സാ. പക്ഷെ ഒരു നോമ്പിന് പകരം എത്രയാണ് കൊടുക്കേണ്ടത്? അര സാ ആണ്. അഥവാ ഏകദേശം ഒരു 1.5 കിലോ വെച്ച് ഒരു നോമ്പിന് പകരമായി നൽകണം. ആർക്കാണ് നൽകേണ്ടത്? സാധുക്കൾക്കാണ് നൽകേണ്ടത്. മുസ്ലിമീങ്ങളായ സാധുക്കൾക്കാണ് നൽകേണ്ടത്. അപ്പൊ അത് ഒരു നോമ്പിന് പകരം ഒരാൾക്ക്, 2 നോമ്പിന് പകരം 2 വ്യത്യസ്ത ആളുകൾക്ക് തന്നെ നൽകണം എന്ന നിബന്ധനയില്ല. അത് വേണമെങ്കിൽ ഒരാൾക്ക് തന്നെ ധാരാളം നോമ്പിൻ്റെത് നൽകുന്നത് കൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ നൽകിയാൽ അതിൽ തെറ്റില്ല. ഇത് നോക്കൂ, ഇതാണ് നോമ്പ് നഷ്ടപ്പെട്ടാൽ ചെയ്യേണ്ടത്. അത് നോറ്റുവീട്ടാൻ സാധിക്കുകയില്ല എങ്കിൽ, ഇനി നോറ്റുവീട്ടാൻ ഒരു പ്രതീക്ഷയില്ല, മാറാരോഗികളായ നിത്യരോഗികളായ ആളുകളാണ് എങ്കിൽ. ഇനി ഒരു രോഗി പ്രയാസമുണ്ടായിരിക്കെ തന്നെ നോമ്പ് അയാൾ എടുക്കാൻ തീരുമാനിച്ചു. പ്രയാസപ്പെട്ട് നോമ്പെടുക്കുകയാണ്, നോമ്പ് ഒഴിവാക്കുന്നില്ല. അങ്ങനെ അയാൾ നോമ്പെടുത്താൽ ആ നോമ്പ് സഹിയാണ്. ആ നോമ്പ് അയാൾ പിന്നീട് നോറ്റ് വീട്ടേണ്ടതില്ല. നോമ്പ് ഒഴിവാക്കാൻ അയാൾക്ക് ഇളവുണ്ട്. പക്ഷേ നോമ്പ് അയാൾ പ്രയാസപ്പെട്ട് എടുക്കാൻ തീരുമാനിച്ചു, അങ്ങനെ നോമ്പെടുത്തു. നോമ്പിന്റെ വിധി എന്താണ്? നോമ്പ് സഹിയാണ്, നോമ്പ് മുജിസിയാണ്. അഥവാ അതിന് പകരം വേറെ നോമ്പ് എടുക്കേണ്ടതില്ല. ഇപ്പൊ നോക്കൂ, നോമ്പ് ഒഴിവാക്കാൻ ഇളവുള്ള ആളുകളിൽ ഒന്നാമത്തെ കൂട്ടരാരാണ്? രോഗികൾ. രണ്ടാമത്തേത് മുസാഫിറാണ്, യാത്രക്കാരാണ്. കഴിഞ്ഞ തവണ നോമ്പിന്റെ ഷർത്തുകൾ വിശദീകരിക്കുമ്പോൾ നമ്മൾ ഇത് സൂചിപ്പിച്ചിരുന്നു. യാത്രക്കാരന് നോമ്പ് ഒഴിവാക്കാൻ ഇളവുണ്ട്. കാരണം നമ്മൾ നേരത്തെ ഓതിയ ആയത്തിൽ തന്നെ അത് കാണാം. ഫമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തുൻ മിൻ അയ്യാമിൻ ഉഖറ. നിങ്ങളിൽ ആരാണോ രോഗിയായിട്ടുള്ളത് അല്ലെങ്കിൽ യാത്രക്കാരനായിട്ടുള്ളത്, അവൻ റമദാനിലെ നോമ്പിന് പകരം മറ്റ് ദിവസങ്ങളിൽ നോമ്പ് നോറ്റു വീട്ടിക്കൊള്ളട്ടെ. ഹദീസുകളിൽ നമുക്ക് കാണാം, അനസ് ബിൻ മാലിക് അൽ കഅബി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, അതൈതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഇബ്ലിൻ കാനത് ലി ഉഖിദത് ഫവാഫഖ്തുഹു വഹുവ യഅകുൽ. ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ചെന്നു. അപ്പോൾ ഞാൻ കാണുന്നത് നബി ഭക്ഷണം കഴിക്കുകയാണ്. ഫദഅനി ഇല തആമിഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചു. ഫഖുൽതു ഇന്നി സായിം. ഞാൻ പറഞ്ഞു, ഞാൻ നോമ്പുകാരനാണ്. ഫഖാൽ, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉദ്നു ഉഖ്ബിർക അൻ ദാലിക്. അടുത്തു വാ, ഞാൻ പറഞ്ഞുതരാം അതേക്കുറിച്ച്. ഇന്നല്ലാഹ വദഅ അനിൽ മുസാഫിർ الصوم വശത്റ الصلاة. അല്ലാഹു യാത്രക്കാരന്
നോമ്പും നിസ്കാരത്തിന്റെ പകുതിയും ഒഴിവാക്കി കൊടുത്തിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്, അള്ളാഹു യാത്രക്കാരന് നോമ്പും നിസ്കാരത്തിന്റെ പകുതിയും ഒഴിവാക്കി കൊടുത്തിരിക്കുന്നു. എന്നാൽ നിസ്കാരത്തിന്റെ പകുതി ഒഴിവാക്കി കൊടുത്തു എന്ന് പറഞ്ഞാൽ ഖസ്റാക്കാൻ ഇളമുണ്ട്. 4 റക്അത്തുള്ള നിസ്കാരം 2 റക്അത്തായി നിസ്കരിക്കാൻ നോമ്പുകാരന് ഇളവുണ്ട്. അതുകൊണ്ടാണ് പണ്ഡിതന്മാരിൽ പലരും ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പോലുള്ളവർ പറഞ്ഞത്, യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം ഖസ്റാക്കലാണ് അഫ്ദൽ. ശ്രേഷ്ഠം എന്താണ്? ഖസ്റാക്കലാണ്. യാത്രയിൽ 4 നിസ്കാരം 2 ആക്കി നിസ്കരിക്കലാണ് ശ്രേഷ്ഠം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നിർബന്ധമാക്കിയത് നീ പ്രവർത്തിക്കുന്നത് അവൻ ഇഷ്ടപ്പെടുന്നു എന്നതുപോലെ അവൻ നൽകിയ ഇളവുകൾ നീ സ്വീകരിക്കുന്നതും അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അള്ളാഹു നൽകിയ ഇളവുകൾ നീ സ്വീകരിക്കുക എന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. അപ്പൊ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളിൽ എടുക്കാനുള്ള സുന്നത്തുമുണ്ട്, അതുപോലെ ഒഴിവാക്കാനുള്ള സുന്നത്തുമുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയിൽ റവാത്തിബുകൾ നിർവഹിച്ചിരുന്നില്ല എന്നാണ്. അഥവാ ഫർദ നിസ്കാരത്തിന്റെ അപ്പുറത്തിപ്പുറത്തുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയിൽ നിർവഹിച്ചിരുന്നില്ല. ഫജ്റിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് ഒഴികെ, സുബ്ഹിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് ഒഴികെ. അതുപോലെ വിത്റും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയിൽ ഒഴിവാക്കിയിരുന്നില്ല. ബാക്കി ഫർദ നിസ്കാരത്തിന്റെ അപ്പുറത്തിപ്പുറത്തുള്ള റവാത്തിബുകൾ ഒഴിവാക്കലാണ് യാത്രയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്. അതാണ് കൂടുതൽ ഖൈർ. യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം അത് ഒഴിവാക്കലാണ് ഖൈർ. കാരണം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതിലും അവിടുന്ന് ഒഴിവാക്കിയതിലും നമുക്ക് മാതൃകയുണ്ട്. ലഖദ് കാന ലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നിങ്ങൾക്ക് അള്ളാഹുവിന്റെ റസൂലിൽ ഉത്തമമായ മാതൃകയുണ്ട്. അപ്പോൾ നോക്കൂ, യാത്രയിൽ നിസ്കാരം ഖസ്റാക്കാൻ ഇളവുണ്ട്, എന്തുപോലെ നോമ്പ് ഒഴിവാക്കാൻ ഇളവുണ്ട്. നമ്മൾ കഴിഞ്ഞ ദർസിൽ പറഞ്ഞിരുന്നു, എങ്കിലും ആവർത്തിക്കട്ടെ. യാത്രക്കാരന് നോമ്പെടുക്കാൻ അനുവാദമുണ്ടോ? നോമ്പെടുത്താൽ നോമ്പ് സഹീഹാകുമോ? സഹീഹാണ്, ജായിസാണ്, അയാൾക്ക് നോമ്പെടുക്കാം, തെറ്റില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തതായി ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖറജ്നാ മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ബഅദി അസ്ഫാരിഹി ഫി യൗമിൻ ഹാരിൻ. നല്ല ചൂടുള്ള ഒരു ദിവസം ഞങ്ങൾ നബിയുടെ കൂടെ യാത്ര പോയി. ഹത്താ യദഅ അർ-റജുലു യദഹു അലാ റഅസിഹി മിൻ ശിദ്ദത്തിൽ ഹർ. ഒരാൾ ചൂട് കൊണ്ട് തന്റെ തലക്കുമേൽ കൈവെക്കുന്ന അത്രയും ചൂടുണ്ടായിരുന്നു. വമാ ഫീനാ സായിമുൻ ഇല്ലാ മാ കാന മിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വബ്നു റവാഹ. ഞങ്ങളുടെ കൂട്ടത്തിൽ നബിയും അബ്ദുല്ലാഹി ഇബ്നു റവാഹയും മാത്രമേ അന്ന് നോമ്പുകാരായി ഉണ്ടായിരുന്നുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയിൽ നോമ്പെടുത്തിരുന്നു എന്നതിനുള്ള തെളിവുകളിൽ ഒന്നാണ്. അതായത് അത് അനുവാദമുള്ള കാര്യമാണ്. ഒരാൾക്ക് പ്രയാസമില്ല എങ്കിൽ, എന്നാൽ പ്രയാസപ്പെട്ട് റമദാനിൽ യാത്രയിൽ നോമ്പ് എടുക്കാതിരിക്കലാണ് ഖൈർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ കാണുകയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സഫർ ഫറഅ സിഹാമൻ വറജുലൻ ഖദ് ദുല്ലില അലൈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യാത്രക്കിടയിൽ ഒരു ആളുകൾ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നത് കണ്ടു. ഒരാൾക്ക് ഇങ്ങനെ തണൽ വിരിച്ചു കൊടുത്തിരിക്കുന്നു. ഫഖാല മാ ഹാദാ. നബി ചോദിച്ചു, എന്താണിത്? അവർ പറഞ്ഞു, സായിം, നോമ്പുകാരനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ മിനൽ ബിർരി അസ്സൗമു ഫി സഫർ. യാത്രയിലെ നോമ്പ് ബിർറിൽപ്പെട്ടതല്ല, നന്മയിൽപ്പെട്ടതല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിനർത്ഥം എന്താണ്? ഇങ്ങനെ ബുദ്ധിമുട്ടിയിട്ട് ഒരാൾ യാത്രയിൽ നോമ്പെടുക്കേണ്ടത് ശ്രേഷ്ഠമായ കാര്യമല്ല, അത് നല്ലതല്ല എന്നാണ് അതിന്റെ അർത്ഥം. നമ്മൾ പറഞ്ഞു, ഒരാൾക്ക് റമദാനിൽ യാത്ര ചെയ്യുമ്പോൾ നോമ്പ് ഒഴിവാക്കലാണോ ഖൈർ, അതല്ല നോമ്പ് എടുക്കലാണോ ഖൈർ? അതായത് അഫ്ദൽ, ശ്രേഷ്ഠം. എന്താണ് അഫ്ദൽ? ഏതാണ്? അതാണ് ഐസർ, അതാണ് അഫ്ദൽ. ഏതാണ് എളുപ്പം അതാണ് അയാൾക്ക് അഫ്ദൽ. യാത്ര പോകുന്ന ഒരാൾക്ക് ചില ആളുകൾക്ക് എന്തായിരിക്കും എളുപ്പം? ആ സമയത്ത് എടുക്കലായിരിക്കും. അയാൾക്ക് പിന്നീട് ഖദാ, നോമ്പ് എടുത്ത് പിന്നീട് എടുത്തു വീട്ടിൽ അയാൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതിനേക്കാൾ എളുപ്പം ആ സമയത്ത് എടുക്കലായിരിക്കും. പൊതുവെ നമുക്ക് പൊതുവെയുള്ള ആളുകളുടെ സ്ഥിതിയാണ്. റമദാനിൽ നോമ്പെടുക്കാനുള്ളത് ഒരു പ്രയാസമുള്ള കാര്യമല്ല. കാരണം എല്ലാ മുസ്ലിമീങ്ങളുടെയും കൂടെ എല്ലാവരുടെ ആ തർത്തീബിൽ അങ്ങനെ നോമ്പെടുക്കാനുള്ള എളുപ്പമാണ്. പക്ഷെ റമദാൻ അല്ലാത്ത സമയത്ത് നോമ്പ് പല ആളുകൾക്കും എളുപ്പമാവുകയില്ല. അതുകൊണ്ട് നോമ്പ് റമദാനിൽ യാത്രക്കാരനായിരിക്കും അപ്പം എടുക്കലാണ് പിന്നീട് ഖദാഇനേക്കാൾ ഒരാൾക്ക് എളുപ്പമെങ്കിൽ അയാൾക്ക് അതാണ് അഫ്ദൽ, ശ്രേഷ്ഠം. അതല്ല, ഒരാൾക്ക് ഖദാ ആണ്
എളുപ്പമെങ്കിൽ, ആ യാത്ര കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്, ഖദാ ആണ് എളുപ്പമെങ്കിൽ അതാ നോമ്പ് ഒഴിവാക്കലാണ് അഫ്ദൽ. നോമ്പ് ഒഴിവാക്കലാണ് ഒരാൾക്ക് ശ്രേഷ്ഠം. ഈ ഹദീസുകളിൽ നിന്ന് മൊത്തത്തിൽ അത് ഹദീസുകൾ വിലയിരുത്തിയാൽ അതാണ് നമുക്ക് കൂടുതൽ ശരിയായ അഭിപ്രായമായി മനസ്സിലാവുക. കൂടുതൽ ശരിയായ അഭിപ്രായമായി നമുക്ക് അതാണ് മനസ്സിലാവുക. യാത്രക്കാരൻ എപ്പോഴാണ് യാത്രക്കാരനാവുക? ഒരാൾ ഒരു സ്ഥലത്ത് എത്തിയാൽ, യാത്രക്കിടയിൽ ഒരു സ്ഥലത്ത് തങ്ങിയാൽ ഒരാൾ എത്ര നാൾ യാത്രക്കാരനായി തുടരും എന്നൊക്കെ നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിരുന്നു. ഒരു യാത്ര ആകണമെങ്കിൽ ഏതാണ്ട് ഒരു 80 കിലോമീറ്ററെങ്കിലും ദൂരമുണ്ട് എങ്കിൽ അതിനൊരു യാത്ര എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ, ചുരുക്കി പറഞ്ഞാൽ. അതുപോലെ ഒരാൾ ഇടയ്ക്ക് തങ്ങുന്നുവെങ്കിൽ, അല്ലെങ്കിൽ യാത്ര പോയ സ്ഥലത്ത് താമസിക്കുന്നുവെങ്കിൽ, 4 ദിവസമോ അതിൽ കൂടുതലോ താമസിക്കുന്നുണ്ട് എങ്കിൽ അവിടെ അയാൾ മുഖീമായി, അവിടെ അയാൾ താമസക്കാരനായി. നേരത്തെ അറിയാം, ആ സ്ഥലത്ത് എത്തിയാൽ ഞാൻ അവിടെ താമസിക്കും 4 ദിവസമോ അതിൽ കൂടുതലോ എങ്കിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നോമ്പ് ഒഴിവാക്കാനോ നിസ്കാരം ഖസറാക്കാനോ ഉള്ള ഇളവില്ല, എത്തിക്കഴിഞ്ഞാൽ. അതേസമയം പോക്കിനും വരവിനും ഇടയിൽ, ആ യാത്രക്കിടയിൽ നോമ്പ് ഒഴിവാക്കാൻ ഇളവുണ്ട്, നിസ്കാരം ഖസറാക്കാൻ ഇളവുണ്ട്. ഇവിടെ നോക്കൂ, ഇവിടെ മറ്റൊരു മസ്അലയാണ് ചില ആളുകൾ ചോദിക്കാറുണ്ട്, പലരും പറയാറുണ്ട്. പഴയ കാലത്തെ പോലെയല്ല ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത്. പലപ്പോഴും ഒരു പഴയ കാലത്തെ പ്രയാസങ്ങൾ പലതും കുറഞ്ഞ യാത്രയാണ്, അതിൽ സംശയമില്ല. പഴയ കാലത്തെ പ്രയാസങ്ങൾ പലതും ഇന്ന് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ കുറഞ്ഞിട്ടുണ്ട് എന്നതിൽ യാതൊരു സംശയമില്ല. നമ്മൾ അള്ളാഹുവിന് ശുക്ർ കാണിക്കേണ്ട നിഅമത്ത് കൂടിയാണ്. അള്ളാഹുവിന് ശുക്ർ കാണിക്കേണ്ട നിഅമത്താണ്. സഹാബത്ത് റളിയല്ലാഹു അൻഹും അവർ മക്കയിൽ നിന്ന് മദീനയിലേക്ക് യാത്ര പോകുമ്പോൾ അവർ കുറെ സമയം ഒട്ടകത്തിന്റെ പുറത്ത് ഇങ്ങനെ സഞ്ചരിച്ച് പിന്നെ കുറച്ച് സമയം വേറെ ആരുടെങ്കിലും കുതിര ഉണ്ടെങ്കിൽ അതിന്റെ പുറത്ത് കയറുമായിരുന്നു. കാരണം ആ യാത്രയുടെ ബുദ്ധിമുട്ട് കാരണത്താൽ. സുബ്ഹാനല്ലാഹ്, പഴയ കാലത്ത് കപ്പലുകളിൽ കാറ്റിനനുസരിച്ച് സഞ്ചരിക്കുന്ന കപ്പലുകളിൽ സഞ്ചരിച്ചവരുടെ അത്ഭുതകരമായ കഥകളുണ്ട്. അവർ സഞ്ചരിച്ച് കാറ്റ് അവരെയും കൊണ്ട് മാസങ്ങൾ കടലിൽ ഇങ്ങനെ വഴിയറിയാത്ത രൂപത്തിൽ അവരെ ചുറ്റിക്കും. ഒടുവിൽ അവർ ലക്ഷ്യമാക്കുന്ന നാട് കാണുന്ന ദൂരത്തെത്തി. എന്നിട്ട് അവിടെ വെച്ച് കാറ്റ് വരികയാണ്. പിന്നെ മാസങ്ങൾ പിന്നെയും കടലിൽ ചുറ്റുന്ന അവസ്ഥ. സുബ്ഹാനല്ലാഹ്, ഇതെല്ലാം മുസ്ലിമീങ്ങളുടെ അനുഭവങ്ങളായി പണ്ഡിതന്മാർ ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചത് കാണാം. പണ്ഡിതന്മാർ പറയാറുണ്ട്, നീ ഒരു ഇഷാറയിൽ, ഒരു റെഡ് സിഗ്നലിൽ കുടുങ്ങിയാൽ ആ സമയത്ത് നിന്റെ പ്രയാസത്തിൽ ഈ കാര്യം ഓർക്കുക. പഴയ കാലത്തെ ആളുകൾ അനുഭവിച്ച പ്രയാസങ്ങൾ. സുബ്ഹാനല്ലാഹ്, അല്ലാഹു റബ്ബുൽ ആലമീൻ എത്ര വലിയ നിഅമത്താണ് നമുക്ക് ചൊരിഞ്ഞിട്ടുള്ളത്. യാത്രകൾ എത്ര എളുപ്പമാണ്. എന്നാൽ പഴയ കാലത്ത് അത് ഇങ്ങനെ ആയിരുന്നില്ല. അള്ളാഹു ആ യാത്രയെക്കുറിച്ചാണ് എന്തു പറഞ്ഞത്? ഇലാഫി ഖുറൈശ് ഇലാഫിഹിം റിഹ്ലത ശിതാഇ വസ്സൈഫ് ഫലിയഅബ്ദു റബ്ബ ഹാദൽ ബൈത്ത് الذي അത്അമഹും മിൻ ജൂഇ വആമനഹും മിൻ ഖൗഫ്. ഷാമിലേക്കും യമനിലേക്കും ഖുറൈശികൾ പണ്ട് യാത്ര പോയിരുന്നു, കച്ചവടത്തിന്റെ യാത്രകൾ. അവർ തണുപ്പ് കാലത്ത് യമനിലേക്ക് പോകും, കാരണം അവിടെ പൊതുവെ ചൂടുള്ള നാടാണ്. ചൂടുകാലത്ത്, ഉഷ്ണകാലത്ത് അവർ ഷാമിലേക്ക് പോകും, കാരണം ഷാം പൊതുവെ തണുപ്പിന്റെ നാടാണ്. അവിടെ കച്ചവടം, ആ സമയത്തുള്ള കച്ചവടം അവിടെയാണ്. അള്ളാഹു അവർക്ക് ഈ യാത്ര എളുപ്പമാക്കി കൊടുത്തത് റബ്ബ് വലിയ നിഅമത്തായി എടുത്തു പറയുകയാണ്. ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം കഅബയുടെ സംരക്ഷകരായതുകൊണ്ട് വഴിയിലെ കൊള്ളക്കാരും മറ്റും അവരെ ആക്രമിക്കാറുണ്ടായിരുന്നില്ല, നിർഭയത്വം അവർക്കുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ആ കാലത്ത് യാത്ര എന്നാൽ ഈ പ്രയാസങ്ങളൊക്കെ സഹിച്ചിട്ടാണ് ഈ പോകുന്നത്. ഒട്ടകപ്പുറത്തും കുതിരപ്പുറത്തും ഒക്കെയാണ് പോകുന്നത്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും ചെയ്യും, മുടി ഇങ്ങനെ അവർ ഒതുക്കി കെട്ടിവെച്ച് പോകുമെന്നാണ്. കാരണം അവിടെ എത്തുമ്പോഴേക്ക് അല്ലെങ്കിൽ എന്താവും, ആകെ ജട പിടിച്ച് പൊടി വരണ്ട് അവസ്ഥയിലാവും. യാ സുബ്ഹാനല്ലാഹ്, ഇന്ന് ആധുനിക യാത്രാ സൗകര്യങ്ങൾ എങ്ങനെ വളർന്നിരിക്കുന്നു എന്ന് വന്നാൽ, ഒരാൾക്ക് വേണമെങ്കിൽ മക്കയിൽ മദീനയിലേക്ക് പോകുമ്പോൾ അവൻ സഞ്ചരിക്കുന്ന ട്രെയിനിൽ ഒരു ഗ്ലാസ് വെള്ളം ഇങ്ങനെ വെച്ചാൽ അത് തുളുമ്പുക പോലും ചെയ്യാതെ അവിടെ എത്തിച്ചേരാൻ സാധിക്കും. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ നിഅമത്ത് എത്ര വലുതാണ്, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ എത്ര വലുതാണ്. നമ്മൾ ചിന്തിക്കാത്ത നിഅമത്തുകൾ അള്ളാഹു വഴി എളുപ്പമാക്കി, യാത്ര എളുപ്പമാക്കി എന്നത് നിസ്സാരമായ കാര്യമല്ല. റബ്ബിന് ശുക്ർ ചെയ്യേണ്ട നിഅമത്തുകളാണ്. അപ്പൊ നോക്കൂ, ഇവിടെ ഈ രൂപത്തിൽ യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെട്ടാൽ പഴയകാലത്ത് ഇളവുകൾ ബാധകമാകുമോ എന്ന് ചില ആളുകൾ സംശയിക്കാറുണ്ട്. അത് എല്ലാ കാലത്തും ഇളവ് തന്നെയാണ്, യാത്ര എത്ര തന്നെ നല്ലതായാലും. കാരണം ഈ സൗകര്യങ്ങൾ ഭാവിയിൽ ഉണ്ടാകുമെന്ന് അറിവുള്ള റബ്ബ് സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചതാണ്. എന്നു മാത്രമല്ല,
യാത്ര എന്ന് പറയുന്നത് തന്നെ ഒരു പ്രയാസമാണ്. യാത്രയിൽ പ്രയാസമുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രയാസത്തിൽ പ്രയാസമുണ്ടോ എന്ന് ചോദിക്കുന്ന പോലെ. കാരണം യാത്രയിൽ ഏറ്റവും ചുരുങ്ങിയത് എന്തുണ്ട്? നീ നിന്റെ പ്രിയപ്പെട്ടവരെ വേർപിരിഞ്ഞിട്ടാണ് പോകുന്നത്. അത് പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സഫറു ഖിത്അത്തുൻ മിനൽ അദാബ്. യാത്ര അത് ബുദ്ധിമുട്ടിന്റെ ഒരു കഷ്ണമാണ്. യംനഉ അഹദകും തആമഹു വശറാബഹു വനൗമഹു. നിങ്ങളുടെ ഭക്ഷണം, വെള്ളം, ഉറക്കം ഇതൊക്കെ അത് തടയും. അതുപോലെ നോക്കൂ, പഴയ കാലത്ത് പണ്ഡിതന്മാർക്കിടയിൽ ചർച്ച ഉണ്ടായിരുന്നു. പഴയ രാജാക്കന്മാർ അവർ സഞ്ചരിക്കും. എങ്ങനെ? പഴയ രാജാക്കന്മാർ സഞ്ചരിക്കും, പല്ലക്കിൽ സഞ്ചരിക്കും. എന്താണ് പല്ലക്ക് എന്ന് പറഞ്ഞാൽ? ആളുകൾ ചുമന്നിട്ട് പോകുന്ന വാഹനമാണ്. അതിൻ്റെ അകത്തിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പഴയ കാലത്ത് ആഡംബര വാഹനമാണത്. വലിയ ആളുകൾ മാത്രമേ അതിൽ പോവുകയുള്ളൂ. അവരെ സംബന്ധിച്ചിടത്തോളം ഒന്നും അറിയണ്ട, അതിലിങ്ങനെ മിണ്ടാതിരുന്നാൽ മതി. അവർക്ക് നോമ്പിൽ ഇളവുണ്ടോ? പഴയ കാലത്തെ കിതാബുകളിലെ ചർച്ചയാണ്. പണ്ഡിതൻ പറഞ്ഞു ഇളവുണ്ട്, അങ്ങനെ സഞ്ചരിച്ചാലും അവർക്ക് ഇളവുണ്ട്. എന്നതുപോലെ ഇന്നത്തെ ആധുനിക സൗകര്യങ്ങളിൽ ഒരാൾ സഞ്ചരിച്ചാലും ഒരാൾക്ക് യാത്രക്കാരന്റെ ഇളവുകൾ ബാധകമാണ് എന്നതാണ് സഹീഹ്. അപ്പൊ നോക്കൂ, നോമ്പ് ഒഴിവാക്കാൻ ഇളവുള്ള രണ്ടാമത്തെ കൂട്ടരാരാണ്? യാത്രക്കാരൻ. മൂന്നാമത്തേത് പ്രായം ചെന്ന ആളുകൾ, അതായത് നോമ്പ് പ്രയാസകരമാ വിധം വാർദ്ധക്യം ബാധിച്ച ആളുകൾ, പുരുഷന്മാരും സ്ത്രീകളുമാകുന്ന ആളുകൾ, അവർക്ക് ഇളവുണ്ട്. വഅലല്ലദീന യുതീഖൂനഹു ഫിദ്യത്തുൻ തആമു മിസ്കീൻ. അത് പ്രയാസകരമാകുന്ന ആളുകൾക്ക് മിസ്കീനിന് ഭക്ഷണം കൊടുത്താൽ മതി എന്ന ആയത്തിനെ കുറിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലൈസത് ബിമൻസൂഖ. ആ ആയത്തിന്റെ വിധി ദുർബലപ്പെടുത്തപ്പെട്ടിട്ടില്ല. കാരണം ആദ്യകാലത്ത് നോമ്പിൽ ആളുകൾക്ക് 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു. വേണം, ഒന്നുകിൽ നോമ്പെടുക്കാം, അല്ലെങ്കിൽ പകരം ഭക്ഷണം കൊടുക്കാം. അങ്ങനെയായിരുന്നു ആദ്യം. നോമ്പ് അള്ളാഹു നിർബന്ധമാക്കിയത് ആദ്യം അങ്ങനെ ഘട്ടം ഘട്ടമായിട്ടാണ് നോമ്പ് നിർബന്ധമായിട്ടുള്ളത്. ആദ്യകാലത്ത് അങ്ങനെയാണ്. പക്ഷേ ആ ആയത്ത് തന്നെ ഇബ്നു അബ്ബാസ് പറഞ്ഞു അതിന്റെ വിധി ദുർബലപ്പെടുത്തപ്പെട്ടിട്ടില്ല. هو الشيخ الكبير والمرأة الكبيرة لا يستطيعان أن يصوما فيطعمان مكان كل يوم مسكينا. പ്രായം ചെന്ന വാർദ്ധക്യമേറെയായി നോമ്പെടുക്കുക പ്രയാസമായ രൂപത്തിൽ എത്തിച്ചേർന്ന പുരുഷനും സ്ത്രീക്കും ഇത് ബാധകമാണ്. അഥവാ അവർക്ക് നോമ്പെടുക്കാൻ കഴിയില്ലേ, ഓരോ നോമ്പിനും പകരം ഭക്ഷണം നൽകിയാൽ മതി. നമ്മൾ നേരത്തെ പറഞ്ഞ രൂപത്തിലാണ് ഭക്ഷണം നൽകേണ്ടത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഖദാ നിർബന്ധമല്ല. അവർക്കത് സാധിക്കുകയില്ല. നിത്യരോഗികളെ പോലെ അവരായി തീർന്നിരിക്കുന്നു. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് വന്നത് കാണാം. അന്നഹു ലമ്മാ കബിർ, അദ്ദേഹത്തിന് പ്രായം ചെന്നപ്പോൾ, ഹത്താ കാന ലാ യുതീഖു സിയാം, നോമ്പ് സാധിക്കാത്ത രൂപത്തിൽ പ്രായം ചെന്നപ്പോൾ, ഫകാന യുഫ്തിർ വയുത്ഇം, അദ്ദേഹം നോമ്പ് ഒഴിവാക്കുകയും അതിനു പകരം ഭക്ഷണം നൽകുകയും ചെയ്യുമായിരുന്നു. അദ്ദേഹം റമദാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ 30 സാധുക്കളെ വിളിച്ച് ഭക്ഷണം കൊടുക്കുമായിരുന്നു എന്നാണ്. അനസ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ കൊണ്ട് ദീർഘായുസ് അള്ളാഹു നൽകിയ സഹാബിമാരിൽ ഒരാളാണ്. അനസ് ഇബ്നു മാലിക് ഖാദിം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 10 വയസ്സ് പ്രായമുള്ളപ്പോൾ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ അനസിനെ കൂട്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, നബിയെ, ഇതാ അനസ് നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ്. നബി, അങ്ങേക്ക് ഖിദ്മത്തുകൾ ചെയ്യാൻ, സേവനങ്ങൾ ചെയ്യാൻ അനസ് ഉണ്ടാവും, അവന് വേണ്ടി ദുആ ചെയ്യണമെന്ന് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനസിന്റെ ദുനിയാവിനും ആഖിറത്തിനും വേണ്ടി ദുആ ചെയ്തു. ദുനിയാവിൽ സമ്പത്തും സന്താനങ്ങളും വർദ്ധിക്കാൻ നബി ദുആ ചെയ്തു, അല്ലാഹുമ്മ അക്സിർ മാലഹു വവലദഹു വബാരിക് ലഹു ഫീമാ അതൈതഹു. അല്ലാഹു അനസിന് നീ സമ്പത്തും സന്താനങ്ങളും വർദ്ധിപ്പിച്ചു നൽകണമേ, അതിൽ ബറക്കത്ത് നൽകണമേ. പണ്ഡിതന്മാർ പറഞ്ഞു, വർദ്ധനവ് കുറെ ഉണ്ടാവുക എന്നതും ബറക്കത്തും രണ്ടാണെന്ന് ഈ ഹദീസ് മനസ്സിലാക്കാം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കളെയും അതുപോലെ സമ്പത്തും ധാരാളം കൊടുക്കണേ എന്ന് പറഞ്ഞ് നിർത്തിയില്ല. അല്ലാഹുമ്മ അക്സിർ മാലഹു വവലദഹു, എന്നിട്ട് എന്ത് പറഞ്ഞു? വബാരിക് ലഹു ഫീമാ അതൈതഹു, കൊടുത്തതിൽ അല്ലാഹു നീ ബറക്കത്ത് നൽകണം. ബറക്കത്ത് എന്നാൽ യഥാർത്ഥത്തിൽ ബിർക്കത്ത് എന്ന പദത്തിൽ നിന്നുണ്ടായതാണ്. ബിർക്കത്ത് എന്ന് പറഞ്ഞാൽ വെള്ളം കെട്ടി നിൽക്കുന്ന കുളങ്ങൾ, ബിർക്ക എന്ന് പറയും, വെള്ളം കെട്ടി നിർത്തുന്ന സ്ഥലങ്ങൾ, അവിടെ വെള്ളം നിലനിൽക്കും എന്നതുപോലെ ബറക്കത്ത് അത് നിലനിൽപ്പാണ്.
ഒരാൾക്ക് ആവശ്യത്തിന് അത് തികയും. കുറെ ഉണ്ടാവും, പക്ഷെ ഒന്നിനും തികയില്ല എങ്കിൽ അത് ബറക്കത്തില്ല എന്ന. ബറക്കത്ത് എല്ലാത്തിലുമുണ്ട്, സമയത്തിൽ, അതുപോലെ സമ്പത്തിൽ, സന്താനങ്ങളിൽ ഒക്കെ ബറക്കത്ത് എന്നതുണ്ട്. അത് അള്ളാഹു പ്രത്യേകമായി നൽകുന്ന കാര്യമാണ്. അപ്പൊ നോക്കൂ, അനസ് റളിയല്ലാഹുവിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ദുആ ചെയ്തു. അനസ് പറയുന്നത് കാണാം, എനിക്ക് ദുനിയാവിൽ അള്ളാഹു അത് നൽകി. എല്ലാവരുടെ തോട്ടവും വർഷത്തിൽ ഒരു തവണ കായ്ക്കും, എൻ്റെത് 2 തവണ കായ്ക്കും. അനസ് റളിയല്ലാഹുവിന്റെ സമ്പത്ത് അങ്ങനെ വർദ്ധിച്ചു. അതുപോലെ മക്കളും മക്കളുടെ മക്കളുമായി ഒരുപാട് പേർ, 100-ലധികം പേരുടെ ജനാസക്ക് ഞാൻ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് എന്ന് അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇനി പരലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദുആ ചെയ്ത കാര്യം അള്ളാഹു എനിക്ക് നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ദുനിയാവിലത് അള്ളാഹു എനിക്ക് നൽകിയിട്ടുണ്ട്, പരലോകത്ത് വിജയത്തിനു വേണ്ടിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. കാരണം ധാരാളം പ്രായം ചെല്ലുന്നത് വരെ ജീവിച്ചിട്ടുണ്ട്. ആ അങ്ങനെ നോമ്പ് വയ്യാതായ സമയത്ത് ഇതുപോലെ ചെയ്തിരുന്നു. നോമ്പ് ഒഴിവാക്കുകയും അതിന് പകരം ഭക്ഷണം നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, നോമ്പ് ഒഴിവാക്കാൻ ഇളവുള്ള അടുത്ത കൂട്ടരാരാണ്? പ്രായം ചെന്നാകും, നോമ്പ് സാധിക്കാത്ത വിധം വാർദ്ധക്യത്തിലെത്തിയ ആളുകൾ. അടുത്ത നോമ്പ് ഒഴിവാക്കാൻ ഇളവുള്ളവർ അൽ ഹാമിലു അൽ മുർദിഅ, ഗർഭിണികളും അതുപോലെ മുലയൂട്ടുന്നവരുമായ സ്ത്രീകളാണ്. അൽ ഹാമിലു അൽ മുർദിഅ, ഇവർക്ക് നോമ്പ് ഒഴിവാക്കാൻ ഇളവുണ്ട്. ചിലപ്പോൾ അവർ നോമ്പ് ഒഴിവാക്കുന്നത് എന്തിനായിരിക്കും? അവരുടെ ആരോഗ്യം പേടിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ കുട്ടിയുടെ പ്രയാസം പേടിച്ചിട്ടായിരിക്കും. നോക്കൂ, അനസ് ഇബ്നു മാലിക് അൽ കഅബി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസ് നമ്മൾ നേരത്തെ കേട്ട ഹദീസാണ്. അതിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി മറ്റു ചില റിവായത്തുകൾ വന്നിട്ടുണ്ട്. അല്ലാഹു തബാറക വ തആല വദഅ അനിൽ മുസാഫിരി ശത്റ അസ്സലാഹ്, അല്ലാഹു യാത്രക്കാരന് നോമ്പിന്റെ നിസ്കാരത്തിന്റെ പകുതി ഇളവ് നൽകിയിരിക്കുന്നു. 4 2 നിസ്കരിക്കാം. വഅനിൽ ഹാമിലി വൽ മുർദിഇ അസ്സിയാം, ഗർഭിണികൾക്കും മുലയൂട്ടുന്ന സ്ത്രീകൾക്കും നോമ്പിലും അല്ലാഹു റബ്ബുൽ ആലമീൻ ഇളവ് നൽകിയിരിക്കുന്നു. അവർക്ക് ഈ 2 കാരണത്താൽ റമദാനിലെ നോമ്പ് ഒഴിവാക്കാൻ ഇളവുണ്ട്. അവർ പിന്നീട് ഖദാ വീട്ടുന്നതിനെ കുറിച്ച്, റമദാൻ കഴിഞ്ഞ് പിന്നീട് ഗർഭിണികൾ ആ അവസ്ഥ കഴിഞ്ഞ് പ്രസവിച്ചതിന് ശേഷം, അതുപോലെ മുലയൂട്ടുന്ന സ്ത്രീകളാണെങ്കിൽ അതിനുശേഷം അത് ഖദാ വീട്ടുന്നതിനെ കുറിച്ച്, അതെങ്ങനെയാകണം എന്നതിനെ കുറിച്ച് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. വളരെ ശ്രദ്ധയോടെ കേൾക്കുക. അഭിപ്രായ വ്യത്യാസത്തിന്റെ വിശദമായ വശങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല, വളരെ എളുപ്പത്തിൽ പറയാം. അതിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ചിലർ പറഞ്ഞു, അഹ്ലുസുന്നത്തിന്റെ മഹാന്മാരായ ഉലമാഇനിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണിത്. ചിലർ പറഞ്ഞു അവർ നോമ്പ് നോറ്റു വീട്ടണം. ചിലർ പറഞ്ഞു അവർ നോമ്പ് നോറ്റു വീട്ടണം, അതിൻ്റെ കൂടെ ഭക്ഷണവും കൂടി നൽകണം. ചിലർ അതിൽ അവരുടെ കാര്യത്തിൽ പേടിച്ചിട്ടാണെങ്കിൽ ഇങ്ങനെ, അല്ല കുട്ടിയുടെ കാര്യം പേടിച്ചിട്ടാണെങ്കിൽ മറ്റൊരു രൂപത്തിൽ, ഇങ്ങനെ അഭിപ്രായം പറഞ്ഞവരുണ്ട്. മറ്റു ചിലർ പറഞ്ഞു ഇതിൽ ഈ 2 കാരണത്താൽ, ഗർഭിണികളായതിൻ്റെ പേരിലോ അല്ലെങ്കിൽ മുലയൂട്ടുന്നത് കാരണത്താലോ നോമ്പ് ഒഴിവാക്കിയാൽ ആ നോമ്പ് അവർ നോറ്റു വീട്ടേണ്ടതില്ല. മറിച്ച് അതിനു പകരം ഭക്ഷണം കൊടുത്താൽ, ഫിദ്യ കൊടുത്താൽ മാത്രം മതി. അങ്ങനെ പറഞ്ഞവരുമുണ്ട്. വല്ലാഹു അലം, ഇതിൽ കൂടുതൽ സഹീഹ്, കൂടുതൽ ശരി ഈ 2 കാരണങ്ങളാണ്. ഗർഭിണികളോ അതല്ലെങ്കിൽ മുലയൂട്ടുന്നവരോ, ആ കാരണത്താൽ ആ സ്ത്രീകൾ നോമ്പ് ഒഴിവാക്കിയാൽ അവർക്ക് ആ നോമ്പ് എടുത്തുവിട്ടൽ നിർബന്ധമില്ല എന്നതാണ്. മറിച്ച് അവരതിനു പകരം ഭക്ഷണം കൊടുത്താൽ മതിയാകും. ഇത് നോമ്പ് അവരെടുത്തു വിട്ടുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഈ അഭിപ്രായമാണ് വല്ലാഹു അലം കൂടുതൽ ശരി. ഒരു മതവിദ്യാർത്ഥിയോ അതല്ലെങ്കിൽ ഒരു പണ്ഡിതനോ ഒരു അഭിപ്രായം, അഹ്ലുസുന്നത്തിനിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു അഭിപ്രായം സഹീഹാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതാണ് കൂടുതൽ ശരിയെന്ന് പറഞ്ഞാൽ അയാൾക്ക് മനസ്സിലായത് എന്നാണ് നിങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ എല്ലാവരും പറഞ്ഞു എന്നോ അല്ലെങ്കിൽ ഭൂരിപക്ഷം പേര് പറഞ്ഞു എന്നല്ല. അയാൾക്കത് ശരിയായി മനസ്സിലായതോ അതാണ് ഒരു മതവിദ്യാർത്ഥിയോ അല്ലെങ്കിൽ ഒരു പണ്ഡിതനോ സംസാരിക്കുമ്പോൾ അങ്ങനെ പറഞ്ഞ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അത് പ്രത്യേകം എല്ലാവരും അങ്ങനെ പറഞ്ഞു എന്നോ
അല്ലെങ്കിൽ എല്ലാ പണ്ഡിതന്മാരും ഇതാണ് സഹീഹ് എന്ന് പറഞ്ഞു എല്ലാം മനസ്സിലാക്കേണ്ടത്. മറിച്ച് ഒരു മതവിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സഹീഹായി ബോധ്യപ്പെട്ടതാണ് അയാൾ സഹീഹ് എന്ന് പറയേണ്ടത്. അങ്ങനെയാണ് പറയേണ്ടത്. നേരത്തെ പറഞ്ഞ ആമുഖങ്ങൾ മനസ്സിലാക്കുക. അതായത് ഇതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ അഹ്ലുസുന്നത്തിൽപ്പെട്ട പണ്ഡിതന്മാരോ അതല്ലെങ്കിൽ മതവിദ്യാർത്ഥികളോ ഇതല്ലാത്തൊരു അഭിപ്രായം പറഞ്ഞാൽ അത് കേട്ട ബേജാറാണ്ടതില്ല. അദ്ദേഹത്തിന് സഹീഹാണെന്ന് മനസ്സിലായത് അദ്ദേഹം പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ നോക്കൂ, അല്ലാഹു അലം, ഇതിൽ സഹീഹ് ഈ അഭിപ്രായമാണ്. കാരണം ഒന്ന് ഇബ്നു ഉമർ അതുപോലെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, രണ്ട് സഹാബിമാരിൽ നിന്ന് ഇത് സംബന്ധിച്ച് റിവായത്തുകൾ വന്നത് കാണാം. അവർ അവരുടെ വീട്ടിലെ സ്ത്രീകളോട് നിങ്ങൾ ഗർഭിണികളായതിന്റെ കാരണത്താൽ അതുപോലെ മുലയൂട്ടുന്നത് കാരണത്താൽ ഒഴിവാക്കിയ നോമ്പുകൾ എടുത്തു വീട്ടേണ്ടതില്ല, മറിച്ച് അതിനു പകരം ഭക്ഷണം നൽകിയാൽ മതി എന്ന് പറഞ്ഞതായി റിവായത്തുകൾ വന്നിട്ടുണ്ട്. ഒന്ന് ഇബ്നു ഉമർ, മറ്റൊന്ന് ഇബ്നു അബ്ബാസ്. ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി റഹിമഹുല്ലാഹ് അദ്ദേഹം ആ റിവായത്തുകൾ സ്വീകാര്യയോഗ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഞാൻ ഈ പറഞ്ഞ അഭിപ്രായക്കാരനുമാണ്. മുൻഗാമികളായ പണ്ഡിതന്മാരിൽ ഇമാം ഇസ്ഹാഖ് ബിൻ റാഹവൈ, ഇമാം ബുഖാരിയുടെ ഉസ്താദായ ഇമാം ഇസ്ഹാഖ് ബിൻ റാഹവൈ ഈ അഭിപ്രായക്കാരനാണ്. മറ്റു പല പണ്ഡിതന്മാരും ഈ അഭിപ്രായക്കാരനാണ്. നേരത്തെ പറഞ്ഞ അഭിപ്രായങ്ങൾക്ക് ഇതുപോലെ സമാനമായ അഭിപ്രായം പറഞ്ഞ ഇതല്ലാത്ത അഭിപ്രായം പറഞ്ഞ പണ്ഡിതന്മാരുണ്ടെന്ന് ഞാൻ ആവർത്തിച്ചു പറഞ്ഞു. പക്ഷെ ഈ സഹീഹായ അഭിപ്രായം പറഞ്ഞ പണ്ഡിതന്മാരെ ഞാൻ എണ്ണി പറഞ്ഞു എന്ന് മാത്രം. ഒന്നിതാണ് ഇബ്നു ഉമർ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ എന്നീ സഹാബിമാരിൽ നിന്ന് ഇതിൽ റിവായത്ത് വന്നിട്ടുണ്ട്. മറ്റൊരു കാരണം, ഇവരുടെ വിധി വേർപെടാനുള്ള, മറ്റുള്ളവരിൽ നിന്ന് വേർതിരിയാനുള്ള ഒരു കാരണം, ഇവരെ പല പണ്ഡിതന്മാരും നിത്യരോഗികളുടെ കൂട്ടത്തിലാണ് പെടുത്തിയിട്ടുള്ളത്. അവർക്ക് സമാനമായ അവസ്ഥയിലാണ് ഇവരെ പെടുത്തിയിട്ടുള്ളത്. കാരണം ഒരു സ്ത്രീ ഈ വർഷം ഗർഭിണിയാണ് എങ്കിൽ അവൾ അടുത്ത വർഷം എന്തായിരിക്കും? മുലയൂട്ടുന്നുണ്ടാവും, കുട്ടി മുലയൂട്ടുന്നുണ്ടാവും. ചിലപ്പോൾ അടുത്ത വർഷം വീണ്ടും ഗർഭിണിയായേക്കാം, അടുത്ത വർഷം പിന്നെയും മുലയൂട്ടുന്നവരെ. ഇങ്ങനെ ധാരാളമായി നോമ്പുകൾ അവരുടെ ബാധ്യതയായി വന്നു ചേരാം. അതുകൊണ്ട് അള്ളാഹു അവർക്ക് എളുപ്പം നൽകിയതാണ്. മറ്റൊരു കാരണം, സ്ത്രീകൾ പൊതുവെ നമുക്കറിയാം നോറ്റു വീട്ടണം എന്ന് നിർബന്ധമുണ്ട് എങ്കിൽ പിന്നീട് നോറ്റു വീട്ടണം എന്ന് വന്നാൽ പൊതുവെ പ്രയാസപ്പെട്ട് എന്തെടുത്തേക്കും? റമദാനിൽ തന്നെ നോമ്പെടുത്തേക്കും. അത് ചിലപ്പോൾ നേർക്കെയാൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല, പക്ഷെ ആർക്ക് ബുദ്ധിമുട്ടുണ്ടായേക്കും? കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടായേക്കും. ഈ വക കാരണങ്ങൾ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഇളവ് നൽകിയതാണ് എന്നാണ്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്ത്രീക്ക് നോമ്പ് എടുത്തു വീട്ടണം, അവൾ പിന്നീട് എടുത്തു വീട്ടിയാൽ സഹീഹ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിർബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ എന്തില്ല? നിർബന്ധം. ഈ രണ്ട് കാരണങ്ങളാൽ നോമ്പ് ഒഴിവാക്കിയാൽ, ഹാമിലും മുർദി അഥവാ ഗർഭിണികളായതിന്റെ കാരണത്താൽ, അതുപോലെ മുലയൂട്ടുന്ന കാരണം, ഇത് പേടിച്ച് ഈ കാരണത്താൽ നോമ്പെടുത്താൽ, അതിന്റെ പ്രയാസം കൊണ്ട് നോമ്പ് ഒഴിവാക്കിയാൽ, അതിന്റെ പ്രയാസം കൊണ്ട് നോമ്പ് ഒഴിവാക്കിയാൽ ആ നോമ്പ് എടുത്തു വീട്ടണമെന്നില്ല, നിർബന്ധമില്ല. മറിച്ച് എന്ത് ചെയ്താൽ മതി? ഒരു നോമ്പിന് പകരം, ഓരോ നഷ്ടപ്പെട്ട നോമ്പിന് പകരം മുസ്ലിമായ മിസ്കീനുകൾക്ക് നേരത്തെ നമ്മൾ പറഞ്ഞത് പ്രകാരം ഭക്ഷണം കൊടുത്താൽ മതിയാകും. വല്ലാഹു അലം. അപ്പൊ നോക്കൂ, നോമ്പ് ഒഴിവാക്കാൻ ഇളവുള്ളവരിൽ അടുത്ത കൂട്ടർ ഇവരാണ്: അൽ ഹാമിലു വൽ മുർദിഅ, ഗർഭിണികളും അതുപോലെ മുലയൂട്ടുന്ന സ്ത്രീകളും. അടുത്തത് എന്തെങ്കിലും ശാരീരികമായ കാരണങ്ങളാലോ അല്ലെങ്കിൽ എന്തെങ്കിലും അവസ്ഥയാലോ ഒരാൾക്ക് വിശപ്പോ ദാഹമോ കടുത്തു, ഭക്ഷണം കഴിച്ചില്ല എങ്കിൽ, വെള്ളം കുടിച്ചില്ല എങ്കിൽ ആൾ മരിച്ചു പോകുമെന്ന സ്ഥിതി വന്നു. എന്തെങ്കിലും കാരണത്തിൽ, എന്തെങ്കിലും ഒരു പ്രയാസത്തിലാണ് നോമ്പിൽ പെട്ടുപോയി, എന്തെങ്കിലും ഭാരിച്ച ജോലികളോ മറ്റോ ചിലപ്പോൾ ചെയ്യേണ്ടി വന്നു, എന്നിട്ട് അയാൾ അങ്ങനെ ഒരു അവസ്ഥയിലെത്തിപ്പോയി. ഇപ്പോൾ വെള്ളം കുടിച്ചില്ല എങ്കിൽ മരിച്ചു പോകും, ഭക്ഷണം കഴിച്ചില്ല എങ്കിൽ ആൾ മരിച്ചു പോകും എന്ന സ്ഥിതി വന്നാൽ അങ്ങനെയുള്ളവർക്ക് നോമ്പ് ഒഴിവാക്കാം, നോമ്പ് മുറിക്കാം എന്നല്ല. നോമ്പ് മുറിക്കൽ വാജിബാണ് എന്നാ, നോമ്പ് മുറിക്കൽ നിർബന്ധമാണ്. അങ്ങനെയുള്ള അവസ്ഥയിൽ മരിച്ചു പോകും എന്ന അവസ്ഥയിൽ നമ്മൾ നേരത്തെ രോഗിയുടെ കാര്യത്തിൽ പറഞ്ഞ ആയത്തുകൾ ഇവിടെ ഓർക്കുക. എന്ത്? നിങ്ങൾ വലാ തഖ്തുലു അൻഫുസകും, നിങ്ങൾ നിങ്ങളെ കൊല്ലരുത്. വലാ തുൽഖൂ ബിഐദീകും ഇല തഹ്ലുകതി വഅഹ്സിനു എന്ന് അല്ലാഹു പറഞ്ഞു. നിങ്ങൾ നിങ്ങളുടെ കൈകൾ നാശത്തിൽ കൊണ്ടുപോയി ഇടരുത് എന്നത് ഓർക്കുക. ഇനി നോക്കൂ, ഇതിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റൊരു മസ്അലയാണ്, ഒരാൾ മുക്രഹായിക്കൊണ്ട് നോമ്പ് മുറിക്കേണ്ടി വന്നു. മുക്രഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിർബന്ധിക്കപ്പെട്ട് കത്തി കഴുത്തിൽ വെച്ചിട്ട് ഭക്ഷണം കഴിക്കല, വെള്ളം കുടിക്കല എന്ന് പറഞ്ഞ് ആരെങ്കിലും ഒരു മുസ്ലിമിനെ നോമ്പ് മുറിപ്പിച്ചു. അങ്ങനെ അയാൾ
നോമ്പ് മുറിച്ചു, ഭക്ഷണം കഴിച്ചു, വെള്ളം കുടിച്ചു എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അതിൽ യാതൊരു കുറ്റവുമില്ല. മാത്രമല്ല ആ നോമ്പ് സഹീഹുമാണ്. ആ നോമ്പ് അയാൾ പിന്നീട് നോറ്റ് വീട്ടേണ്ടതില്ല. മുക്റഹിന്റെ വിധിയാണ്. ഇപ്പോൾ മുക്റഹ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഭീഷണി, ഒന്നുകിൽ അയാളെ കൊല്ലുമെന്നോ അല്ലെങ്കിൽ അയാളുടെ വേണ്ടപ്പെട്ട ആളുകളെ ഉപദ്രവിക്കുമെന്നോ, അയാളുടെ അഭിമാനത്തിലോ രക്തത്തിലോ സമ്പത്തിലോ ഭീഷണിപ്പെടുത്തപ്പെട്ടു. അഭിമാനത്തിലോ അല്ലെങ്കിൽ രക്തത്തിലോ സമ്പത്തിലോ കടുത്ത ഭീഷണി ഒരാൾ നേരിട്ടു, അത് ചെയ്യുമെന്ന് അയാൾക്ക് ഏതാണ്ട് ഉറപ്പു വന്നു. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഒരാൾ പേടിച്ചു നോമ്പ് മുറിച്ചു, വെള്ളം കുടിക്കുകയോ ഭക്ഷണം കഴിക്കുകയോ ചെയ്താൽ അയാളുടെ നോമ്പ് സഹിഹാണ്, അയാൾക്ക് കുറ്റമില്ല. ആ നോമ്പ് അയാൾ നോറ്റ് വീട്ടേണ്ടതുമില്ല. അപ്പം ഇതാണ് നമുക്ക് നോമ്പ് ഒഴിവാക്കാൻ ഇളവുള്ളവരാരൊക്കെ എന്ന വിഷയത്തിൽ പഠിക്കാനുള്ളത്. അടുത്ത മസ്അല നോമ്പ് മുറിക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്നതാണ്. നോമ്പ് മുറിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? മുഫ്സിദാത്തു സൗം. ഒന്ന്, നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഭക്ഷണം കഴിക്കലും വെള്ളം കുടിക്കലുമാണ്. ഭക്ഷണം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്താൽ പകലിൽ ഫജ്ർ ഉദിച്ചതിന് ശേഷം സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപായി ഭക്ഷണം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്താൽ നോമ്പ് മുറിയും. കാരണം അല്ലാഹു പറഞ്ഞു, ഫകുലു വശറബു ഹത്താ യതബയ്യന ലക്കുമുൽ ഖൈത്തുൽ അബ്യദു മിനൽ ഖൈത്തിൽ അസ്വദി മിനൽ ഫജ്ർ ثم أتموا الصيام إلى الليل. നിങ്ങൾ രാത്രിയുടെ കറുത്ത നൂലിഴയിൽ നിന്ന് പകലിന്റെ വെളുത്ത നൂലിഴ വേർപിരിയുന്നതുവരെ ഭക്ഷണം കഴിച്ചോളൂ, വെള്ളം കുടിച്ചോളൂ. ثم أتموا الصيام إلى الليل. പിന്നെ രാത്രി വരേക്കും അഥവാ സൂര്യൻ അസ്തമിക്കുന്നത് വരേക്കും നിങ്ങൾ നോമ്പെടുത്തുകൊള്ളുക. ഇതൊരാൾ ലംഘിച്ചാൽ, ഒരാൾ നോമ്പിൽ കരുതി കൂട്ടി ഭക്ഷണം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്താൽ അവൻ ചെയ്തിട്ടുള്ളത്, ന്യായമായ കാരണമില്ലാതെ അങ്ങനെ ചെയ്താൽ അവൻ ചെയ്തിട്ടുള്ളത് ഗുരുതരമായ തെറ്റാണ്. അവൻ അള്ളാഹുലേക്ക് ആത്മാർത്ഥമായി തൗബ ചെയ്ത് മടങ്ങേണ്ടതുണ്ട്. മാത്രമല്ല ആ ദിവസത്തിൽ തന്നെ ബാക്കി സമയം അവൻ ഭക്ഷണം കഴിക്കാനും പാടില്ല. എന്നിട്ട് ആ നോമ്പ് നോറ്റ് വീട്ടുകയും ചെയ്യേണ്ടതുണ്ട്. ഒരാൾ ഇതിനെതിരെ പ്രവർത്തിച്ചാലുള്ള കാര്യമാണ് ഈ പറയുന്നത്. ഒരാൾ റമദാനിന്റെ പകലിൽ ഭക്ഷണം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്താൽ ഗുരുതരമായ തെറ്റാണ് ചെയ്തത്. തൗബ ചെയ്യണം. ബാക്കിയുള്ള സമയം ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും പാടില്ല. എന്ന് മാത്രമല്ല ആ നോമ്പ് നോറ്റ് വീട്ടുകയും ചെയ്യണം. ഒരാൾ മറന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്തു, എന്താണ് അതിന്റെ വിധി? അയാളുടെ നോമ്പ് സഹീഹാണ്. ആ നോമ്പ് നോറ്റ് വീട്ടേണ്ടതില്ല, നോമ്പ് പൂർത്തിയാക്കുക. കാരണം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ നസിയ വഹുവ സായിം فأكل أو شرب فليتم صومه فإنما أطعمه الله وسقاه. ആരെങ്കിലും മറന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്താൽ അവൻ നോമ്പ് പൂർത്തിയാക്കട്ടെ. കാരണം അള്ളാഹു ആണ് അവനെ ഭക്ഷണം കഴിപ്പിച്ചത്, അള്ളാഹു ആണ് അവനെ വെള്ളം കുടിപ്പിച്ചത്. എന്താണ് അങ്ങനെ പറഞ്ഞത്? കാരണം കരുതി കൂട്ടി ഒരാൾ ചെയ്തില്ല എങ്കിൽ ആ പ്രവർത്തനം പിന്നെ അള്ളാഹുവിന്റെ വിദ്യയാണെന്ന് പറയുക മാത്രമാണ്. അത് അയാളിലേക്ക് ചേർത്തി പറയുകയില്ല, അള്ളാഹുലേക്ക് ചേർത്തി പറയും. അതിന് മറുവശം എന്താണ്? ഒരാൾ കരുതി കൂട്ടി ഒരു പ്രവർത്തനം ചെയ്താൽ അള്ളാഹുവിന്റെ വിധിയാണ്, അതിൽ സംശയമില്ല. പക്ഷെ അവൻ അതിന് ഉത്തരവാദിയാണ്. അവൻ അതിന് ഉത്തരവാദി. കാരണം മനുഷ്യന് അവന്റെ ഇറാദത്ത്, അവന്റെ ഉദ്ദേശവും അവന്റെ ഇഖ്തിയാറും അവന് തിരഞ്ഞെടുക്കാനുള്ള അവസരവും അള്ളാഹു നൽകിയിട്ടുണ്ട്. ഞാൻ ഈ പറയുന്നത് ഞാൻ ഉദ്ദേശിച്ച വാക്കാണ് ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ട് എന്റെ വാക്കിന് ഞാൻ ഉത്തരവാദിയാണ്. ഞാൻ ഉദ്ദേശിക്കാതെ എന്റെ നാവ് തെറ്റി പറഞ്ഞു പോയാലോ കുറ്റമില്ല. അതാണ് അള്ളാഹു റബ്ബുൽ ആലമീൻ അവന്റെ ഖദറുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അഖീദയുടെ മുമ്പുള്ള പാഠങ്ങൾ നമ്മളത് പഠിച്ചിട്ടുണ്ട്, അൽഹംദുലില്ലാഹ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഭക്ഷണം കഴിപ്പിച്ചു വെള്ളം കുടിപ്പിച്ചു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതേസമയം കരുതിക്കൂട്ടി ഒരാൾ ചെയ്താലോ അത് അവൻ ചെയ്തതാണ്, അവൻ അതിന് ഉത്തരവാദിയാണ്. അള്ളാഹുവിന്റെ വിധിയാലാണ് അവൻ ചെയ്തത്, അതിൽ സംശയമൊന്നുമില്ല. അള്ളാഹുവിന്റെ വിധിയല്ലാതെ അവന്റെ പ്രപഞ്ചത്തിൽ ഒന്നും നടക്കുകയില്ല. പക്ഷെ മനുഷ്യൻ അവന്റെ ഇഖ്തിയാറുണ്ട്, അവന്റെ ഇറാദത്തുണ്ട്, അവന്റെ ഉദ്ദേശമുണ്ട്, അവന്റെ പ്രവർത്തനമുണ്ട്. അള്ളാഹു അസ്ഹാബുൽ കഹ്ഫിനെ, ഗുഹയിൽ കിടന്നുറങ്ങിയ ആളുകളെ പറഞ്ഞു, വനുഖല്ലിബുഹും ദാതൽ യമീൻ വദാത ശിമാൽ, നാം അവരെ വലത്തും ഇടത്തും മറിച്ചിട്ടു. നാം മറിച്ചിട്ടു എന്നാണ് പറഞ്ഞത്. ആ പ്രവർത്തനത്തെ അള്ളാഹു അവനിലേക്ക് ചേർത്തി പറഞ്ഞു, അവരിലേക്ക് ചേർത്തി പറഞ്ഞില്ല. എന്തുകൊണ്ട്? അവരോർക്കത്തിനാണ്, അവരുറങ്ങുകയാണ്. കരുതി കൂട്ടി ചെയ്താൽ അത് അവരവരിലേക്ക് ചേർത്തപ്പെടും, അവരതിന്റെ ഉത്തരവാദികളാണ്. മറന്നുകൊണ്ട് ചെയ്തതുകൊണ്ട് നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്അമഹുല്ലാഹ് വസഖാഹ്, അള്ളാഹു ആണ് അവനെ ഭക്ഷണം കഴിപ്പിച്ചത്, അള്ളാഹു ആണ് അവനെ വെള്ളം കുടിപ്പിച്ചത് എന്ന് പറഞ്ഞു.
അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചോ നോമ്പ് സഹീഹാൻ. വായിൽ എത്തുമ്പോൾ ഓർമ്മ വന്നാൽ തുപ്പിക്കളയണം. എന്നാൽ ഉള്ളിലേക്ക് ഇറക്കിപ്പോയി മറന്നുകൊണ്ട് അവൻ അത് എന്ത് ചെയ്യേണ്ടതില്ല, കരുതി കൂടി ഛർദ്ദിക്കരുത്. അപ്പോൾ നോമ്പ് മുറിയും. മനസ്സിലായില്ലേ? കരുതി കൂടി ഛർദ്ദിച്ചാൽ നോമ്പ് മുറിയും. മറിച്ച് അത് ഒഴിവാക്കി അത് വായിലേക്ക് പോയാൽ കുഴപ്പമില്ല, നോമ്പ് പൂർത്തിയാക്കി കൊള്ളുക. നോമ്പുകാരൻ അയാൾ ഉമിനീര് ഉള്ളിലേക്ക് ഇറക്കുന്നത് കൊണ്ട് നോമ്പ് മുറിയുകയില്ല. അങ്ങേറ്റവും ജഹിൽ നിലനിൽക്കുന്ന, വിവരമില്ലായ്മ നിലനിൽക്കുന്ന ചില പ്രദേശങ്ങളിൽ അങ്ങനെ വരെ ധാരണയുണ്ട്. എന്ത് ഉമിനീരിറക്കിയാൽ നോമ്പ് മുറിയും. എന്നിട്ട് ഉമിനീർ തുപ്പി ഇങ്ങനെ നടക്കും. എന്നിട്ട് ആളുകളുണ്ട്. നിങ്ങൾക്ക് എത്ര പേർക്ക് വിശ്വാസം വരുമെന്ന് എനിക്കറിയാം. അങ്ങനെ ആളുകളുണ്ട്. സുബ്ഹാനല്ലാഹ്, അത്രമാത്രം വിവരക്കേടാണ് ആളുകളെ ബാധിച്ചിരിക്കുന്നത്. നോക്കി, ഉമിനീര് അത് ഉള്ളിലേക്ക് പോയാൽ നോമ്പ് മുറിയുക, നോമ്പിൽ ഒന്നും സംഭവിക്കില്ല. മനുഷ്യന് സാധിക്കാത്ത കാര്യമാണ്. അതേസമയം കട്ടിയുള്ള കഫം അത് ഇറക്കുന്നതിന്റെ വിധി എന്താണ്? അതിന്റെ വിധി പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണ്. പക്ഷേ വല്ലാഹു ആലം അതിൽ കൂടുതൽ സഹീഹ് ഒരാളുടെ വായിലേക്ക് എത്തിയാൽ അയാളെ തുപ്പിക്കളയുക. അതേസമയം വായിലെത്തുന്നതിന് മുൻപ് പെട്ടെന്ന് മൂക്കിൽ വന്ന് അങ്ങനെ ഉള്ളിലേക്ക് പോയി, അല്ലെങ്കിൽ തൊണ്ട വരെ വന്ന് ഉള്ളിലേക്ക് പോയി, എങ്കിൽ അയാളുടെ നോമ്പ് സഹിഹാണ്, നോമ്പിനൊന്നും സംഭവിച്ചിട്ടില്ല. ഇനി വായിലേക്ക് എത്തിപ്പോയി, അറിയാതെ ഇറക്കിപ്പോയി, നോമ്പ് മുറിയുമോ? നോമ്പ് മുറിയുകയില്ല. അതേസമയം വായിലേക്ക് എത്തി എന്നിട്ട് കരുതി കൂട്ടി എന്ത് ചെയ്യാതിരിക്കുക? ഇറക്കാതിരിക്കുക. കരുതി കൂട്ടി അത് ഇറക്കിയാൽ നോമ്പ് മുറിയുമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഇല്ല എങ്കിലും മുറിയില്ല എന്ന് പറഞ്ഞവരുണ്ട്. പക്ഷെ അല്ലാഹു അലം സഹീഹ് വായിലേക്ക് എത്തി എന്ത് ചെയ്യരുത്? ഇറക്കരുത്. വായിലേക്ക് എത്തിയാൽ തുപ്പിക്കളയും. തുപ്പാൻ സാധിക്കാത്ത അവസ്ഥയിലോ നിസ്കാരത്തിലോ മറ്റോ ആണെങ്കിൽ ഒരാൾ തൻ്റെ ടിഷ്യൂവിലേക്കോ അല്ലെങ്കിൽ ടവലിലേക്കോ അല്ലെങ്കിൽ വസ്ത്രത്തിലേക്കോ അത് തുപ്പിക്കളയുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. നിസ്കാരത്തിലോ മറ്റോ ആണെങ്കിൽ, ഇപ്പോൾ പഴയ കാലത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തെ മസ്ജിദൊക്കെ ആണെങ്കിൽ അത് മണ്ണ് പാകിയ ചരൽ വിരിച്ച മസ്ജിദാണ്. അപ്പോൾ അത് താഴെ ഇടതുഭാഗത്ത് തുപ്പിക്കളയുകയും അത് മണ്ണുകൊണ്ട് മൂടിക്കളയുകയും ചെയ്യാം. അതല്ലാത്ത സന്ദർഭങ്ങളിൽ ഈ രൂപത്തിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ കട്ടിയുള്ള കഫമാണോ അത് മൂക്കിൽ വന്ന് അങ്ങനെ തന്നെ ഉള്ളിലേക്ക് പോയി, അതല്ലെങ്കിൽ തൊണ്ടയിൽ വന്ന് ഉള്ളിലേക്ക് പോയി, നോമ്പ് മുറിയുകയില്ല. പക്ഷെ വായിലെത്തിക്കഴിഞ്ഞാൽ അത് ഇറക്കാതിരിക്കുക, തുപ്പിക്കളയുക. വായിലെത്തിപ്പോയി പെട്ടെന്ന് ഇറക്കിപ്പോയി, കരുതി കൂട്ടി ചെയ്തല്ല, നോമ്പ് സഹിഹാണ്, നോമ്പ് മുറിയുകയില്ല, അതിൽ ബേജാറാകേണ്ടതില്ല. ഇനി നോക്കൂ, പുകവലിക്കുക എന്നത് നോമ്പ് മുറിയുന്ന കാര്യമാണ്. പുകവലിച്ചാൽ നോമ്പ് മുറിയും. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട മറ്റൊരു മസ്അലയാണ്, നമ്മൾ ഒരു സുഗന്ധമോ മറ്റോ കത്തിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, സുഗന്ധത്തിന്റെ പുക ഇങ്ങനെ കട്ടിയുള്ള പുക പോവുകയാണ് എങ്കിൽ അതിൻ്റെ അടുത്ത് പോയി അത് മൂക്കിലേക്ക് വലിക്കാതിരിക്കുക, ശരിയല്ല. അതേസമയം നമ്മൾ നിൽക്കുന്നിടത്തൂടെ ഇങ്ങനെ ഒരു വാസന ഉണ്ടായി, അത് മണത്തു, നോമ്പിനൊന്നും സംഭവിക്കില്ല. ഇവിടെയാണ് ഒരു തെറ്റിദ്ധാരണ ഉള്ളത്. നോമ്പിന് പെർഫ്യൂം ഉപയോഗിക്കാൻ പാടില്ല എന്നത്, സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല എന്ന തെറ്റിദ്ധാരണ ഉള്ളത് തെറ്റാണ്. നോമ്പിനൊന്നും സംഭവിക്കില്ല, നോമ്പിന് സുഗന്ധം ഉപയോഗിക്കാം. പക്ഷെ എന്ത് ചെയ്യരുത്? സുഗന്ധം ഊതോ മറ്റോ ഇങ്ങനെ കത്തിച്ചു വെച്ചിരിക്കാൻ, അതിൻ്റെ അടുത്ത് പോയി ആ പുക വലിച്ചുള്ളിലേക്ക് എടുക്കരുത്, മൂക്കിലൂടെ വലിച്ചു ഉള്ളിലേക്ക് എടുക്കരുത്. അതുപോലെ തന്നെ നമ്മൾ ആവി പിടിക്കുക പോലുള്ള കാര്യങ്ങൾ റമദാനിൽ നോമ്പിൽ ചെയ്യാതിരിക്കുക. കാരണം നേരെ പുക എടുത്ത് ഉള്ളിലേക്ക് വലിക്കുക, അത് റമദാനിന്റെ പകലിൽ ചെയ്യാതിരിക്കുക. അപ്പൊ ഇത് ഒന്നാമത്തെ നോമ്പ് മുറിയുന്ന കാര്യം നമ്മൾ വിശദീകരിച്ചതാണ്. ഒന്നാമത്തെ നോമ്പ് മുറിയുന്ന കാര്യം എന്താണ്? അൽ-അക്ലു വശുർബ്, ഭക്ഷണം കഴിക്കലും വെള്ളം കുടിക്കലും. രണ്ടാമത്തെ നോമ്പ് മുറിയുന്ന ഗുരുതരമായ കാര്യങ്ങളിലൊന്ന് ലൈംഗിക ബന്ധമാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു പറഞ്ഞിരിക്കുന്നു, അസ്സൗമു ലീ വഅന അസ്ബിഹ്, നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് നോമ്പിന് പ്രതിഫലം നൽകുന്നത്. യദഉ തആമഹു വശറാബഹു വശഹ്വതഹു മിൻ അജ്ലി, മനുഷ്യൻ അവന്റെ ഭക്ഷണവും പാനീയവും ലൈംഗിക മോഹവും എനിക്ക് വേണ്ടി ഉപേക്ഷിക്കുന്നു, അള്ളാഹു പറഞ്ഞത്. അപ്പോൾ ലൈംഗിക മോഹം ഉപേക്ഷിക്കുക, അഥവാ ആ ലൈംഗിക വൃത്തി ഉപേക്ഷിക്കുക എന്നത് നോമ്പിന്റെ നിർബന്ധമായ കാര്യമാണ്. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തു അൽ ബഖറയിൽ രാത്രി
നിങ്ങളുടെ ഉഹില്ല ലക്കും ലൈലത്ത സിയാം റഫതു ഇലാ നിസായിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്. നോമ്പിന്റെ രാത്രിയിൽ നിങ്ങളുടെ ഭാര്യമാരും അയണചേരുക എന്നത് നിങ്ങൾക്ക് അനുവദനീയമാണെന്ന് അള്ളാഹു പറയും. പകലിൽ അത് അനുവദനീയമല്ല. പകലിൽ നോമ്പിന്റെ റമദാനിന്റെ പകലിൽ ഒരാൾ ലൈംഗിക ബന്ധത്തിന് ഏർപ്പെട്ടാൽ അത് ഗുരുതരമായ തിന്മയാണ്. അയാൾ അതിന് അള്ളാഹുലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങേണ്ടതുണ്ട്. ആ നഷ്ടപ്പെട്ട നോമ്പ് അയാൾ ഖദാ വീട്ടണം. ആ നോമ്പ് നോറ്റുവിട്ടണം. അത് ഖദാ ആണ്. അതുകൂടാതെ കഫാറത്തുമുണ്ട്. ഈ കഫാറത്ത് ഇസ്ലാമിലെ കഫാറത്തുകളിൽ ഏറ്റവും കടുത്ത കഫാറത്താണ്. ഇസ്ലാമിലെ കഫാറത്തുകളിൽ പ്രായശ്ചിത്തങ്ങളിൽ ഏറ്റവും കടുത്ത കഫാറത്താണ് ഒരാൾ റമദാനിന്റെ പകലിൽ തന്റെ ഭാര്യയുമായി ബന്ധപ്പെട്ടാൽ ഉള്ള കഫാറ. എന്താണത്? ഒന്നുകിൽ അടിമയെ മോചിപ്പിക്കുക എന്നതാണ്. ഒരു അടിമയെ മോചിപ്പിക്കുക, അതാണ് ഒന്നാമത്തത്. അത് സാധ്യമല്ല എങ്കിൽ ആധുനിക കാലത്ത്, അത് ഇന്നത്തെ കാലത്ത് നമ്മൾ ജീവിക്കുന്ന വർത്തമാന കാലത്ത് അത് സാധ്യമല്ല. കാരണം ഈ വർത്തമാന കാലത്ത് അടിമകൾ നിലവിലില്ല. ഈ കാലത്തില്ല എന്നാണ്. കഴിഞ്ഞ കാലത്തുണ്ടായിരുന്നു, ഭാവിയിൽ ഉണ്ടാവുകയും ചെയ്യും. പക്ഷെ വർത്തമാന കാലത്ത് അത് ഇല്ല. അപ്പോൾ നോക്കൂ, അതാണത് ഒന്നാമത്. അതിന് സാധിക്കില്ല എങ്കിൽ 2 മാസം തുടർച്ചയായി നോമ്പെടുക്കുക. 2 മാസം തുടർച്ചയായി നോമ്പെടുക്കുക. അതിലെന്ത് വരാൻ പാടില്ല? വിടവ് വരാൻ പാടില്ല. 2 മാസം തുടർച്ചയായി നോമ്പെടുക്കുക. അതിൽ വിടവുണ്ടാകാൻ പാടില്ല. പെരുന്നാളോ മറ്റോ വന്നു എങ്കിൽ നോമ്പ് ഒഴിവാക്കുക. അയാൾക്ക് 2 മാസം നോമ്പ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഹജ്ജിന്റെ പെരുന്നാൾ വന്നത്. അപ്പോൾ അയാൾക്ക് ആ ദിവസം നോമ്പ് ഒഴിവാക്കി പിന്നെ തുടരാം. അതുപോലെ ആ നോമ്പ് എടുത്തുകൊണ്ടിരിക്കെ ഒരാൾ രോഗിയായി, അപ്പോൾ ആൾക്ക് ആ നോമ്പ് ഒഴിവാക്കി പിന്നെ തുടരാം, കുഴപ്പമില്ല. അല്ലെങ്കിൽ യാത്ര വന്നു, അയാൾ അതിനുവേണ്ടി യാത്ര ഉണ്ടാക്കിയതല്ല, പക്ഷെ യാത്ര വന്നു, അനിവാര്യമായി വന്നു എങ്കിൽ ആൾക്ക് ഒഴിവാക്കാം, എന്നിട്ട് പിന്നെ തുടരാം. അതുപോലെ സ്ത്രീകളാണെങ്കിൽ അവർക്ക് ഹൈദോ നിഫാസോ ഉണ്ടായാൽ ആ സമയത്ത് ഒഴിവാക്കി പിന്നെ തുടരണം. 2 മാസം തുടർച്ചയായി നോമ്പെടുക്കണം. അതിന് സാധിക്കുന്നില്ല എങ്കിൽ എന്തു വേണം? 60 സാധുക്കൾക്ക് ഭക്ഷണം നൽകണം. 60 മിസ്കീന, 60 സാധുക്കൾക്ക് ഭക്ഷണം നൽകി. ഇതിന് സാധിക്കാത്തവർക്കാണ്. സാധിക്കുന്നവർക്ക് അതിലേക്ക് പോകാൻ ഇളവില്ല. ഒരാൾ ഈ അബദ്ധം സംഭവിച്ചിട്ട് ഒരു ആളോട്, ഒരു പണ്ഡിതനോട് ഇതേക്കുറിച്ച് ചോദിക്കണ്ടായി. അയാൾ പറഞ്ഞു നോമ്പെടുക്കാം 2 മാസം. വേറെ ആളോട് ചോദിച്ചു, പിന്നെ ഇങ്ങനെ ചോദിച്ചു. അയാൾക്ക് എങ്ങനെയെങ്കിലും ഇളവ് കിട്ടണം. അവസാനം ഒരാളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ എനിക്ക് ഇളവ് തന്നാലും അള്ളാഹിൻ്റെ അടുത്ത് എനിക്ക് ഇളവില്ല. ഞാൻ തന്നുള്ളതുകൊണ്ട് ഈ ഇളവ് എന്താവില്ല, എനിക്ക് ശരിയാവുകയില്ല. അപ്പോൾ നോക്കൂ, ഇത് ഗുരുതരമായ ഇസ്ലാം ഏറ്റവും കടുത്ത കഫാറത്തുകളിൽപ്പെട്ടതാണ്. ഇത് ഒരാൾ ചെയ്യുക എന്നത് ഈ കഫാറത്ത് അയാൾക്ക് ബാധകമായി തീരും. അത് പുരുഷന് ബാധകമാണ് ഈ കഫാറത്ത്. സ്ത്രീ അവൾ അതിന് വഴങ്ങിക്കൊടുത്താണെങ്കിൽ അവൾക്കും ഈ കഫാറത്ത് ബാധകമാണ്. അതല്ല അവൾ നിർബന്ധിക്കപ്പെട്ടതാണെങ്കിൽ അയാൾക്ക് മാത്രമാണ് അത് ബാധകം. അതല്ല അവൾ വഴങ്ങിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൾക്കും അത് ബാധകമാണ്. നോക്കൂ, ഈ കഫാറത്ത് എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിക്കണം. റമദാനിന്റെ പകലിൽ പുരുഷൻ സ്ത്രീയുമായി യഥാർത്ഥ അർത്ഥത്തിലുള്ള ലൈംഗിക ബന്ധം എന്താണോ അത് ചെയ്താൽ മാത്രമാണ്. അഥവാ പുരുഷന്റെ ലൈംഗികാവയവം സ്ത്രീയുടെ ലൈംഗികാവയവത്തിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ മാത്രം. എന്നിട്ട് അയാൾക്ക് സ്ഖലനം ഉണ്ടായാലും ഇല്ലെങ്കിലും പുരുഷന്റെ ലൈംഗികാവയവം സ്ത്രീയുടെ ലൈംഗികാവയവത്തിൽ പ്രവേശിപ്പിച്ചാലാണ് ഈ കഫാറത്ത് ബാധകം. അതല്ലാത്ത മറ്റു വല്ല കാര്യങ്ങളും കൊണ്ട് അയാൾക്ക് സ്ഖലനം സംഭവിച്ചാൽ ഈ കഫാറത്ത് 2 മാസത്തെ കഫാറത്ത് ബാധകമല്ല. മറിച്ച് അയാൾ ചെയ്ത് തെറ്റാണ്, അയാൾ അതിന് തൗബ ചെയ്യണം. ആ ദിവസത്തെ നോമ്പ് നോറ്റുവിട്ടുകയും ചെയ്യണം. അത് പ്രത്യേകം മനസ്സിലാക്കണം. അപ്പൊ നോക്കൂ, ഇത് റമദാനിന്റെ പവിത്രത കൂടി അയാൾ അതിൽ ലംഘിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ പവിത്രത നിശ്ചയിച്ച ആ മാസത്തിന്റെ പവിത്രത ലംഘിക്കുകയാണ് അയാൾ അതിലൂടെ ചെയ്യുന്നത്. അതൊരിക്കലും പാടില്ലാത്ത തെറ്റാണ്. അപ്പൊ നോക്കൂ, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നമുക്ക് ഹദീസുകളിൽ കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അരികിലേക്ക് വന്നു. സുബ്ഹാനല്ലാഹ്, വളരെ ശ്രദ്ധിക്കണം. ഇത് പിശാച് മനുഷ്യനെ വഴി തെറ്റിക്കുന്ന, അവനെ പിടികൂടുന്ന ഗുരുതരമായ കാര്യങ്ങൾപ്പെട്ടാണ്. പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞത് കാണാം, ഒരാൾ 70 വയസ്സ് കഴിഞ്ഞൊരു മനുഷ്യൻ, 70 വയസ്സ് കഴിഞ്ഞൊരു മനുഷ്യൻ, അയാൾ ഒരിക്കൽ
പണ്ഡിതന്മാർ ഒരാളോട് ചോദിച്ചു, ഞാൻ വർഷങ്ങളായി ഞാൻ എൻ്റെ ഭാര്യയുമായി ബന്ധപ്പെടാറില്ല, അത്ര പ്രാചീന മനുഷ്യരാണ്, പക്ഷേ ഈ റമദാനിന്റെ പകലിൽ ഞാൻ അത് പ്രവർത്തിച്ചു പോയി. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നോക്കൂ നിങ്ങൾ, ശൈത്താൻ മനുഷ്യനെ പിടികൂടുന്നത് പിശാചങ്ങനാണ്. മനുഷ്യനെ ഹറാമിൽ ഉൾപ്പെടുത്താൻ അവൻ അങ്ങേയറ്റം ബദ്ധശ്രദ്ധനാണ്. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ, ഭാര്യ ഭർത്താക്കന്മാരായിരിക്കെ അവർക്കിടയിൽ വിദ്വേഷവും വെറുപ്പും അകൽച്ചയും ഉണ്ടാക്കാൻ ശൈത്താൻ എപ്പോഴും പരിശ്രമിക്കും. എന്നിട്ടോ തമ്മിൽ തെറ്റി അവസാനം തലാക്കായി, പെണ്ണ് വേറെ അവൻ വേറെ. അപ്പൊ പിന്നെ ഇവരോട് പൊരിഞ്ഞ സ്നേഹം, അവൾക്ക് അവനോടും. അതുവരെ ഉണ്ടായിരുന്ന വെറുപ്പൊക്കെ പോയി. എന്താണ് സംഭവിക്കുക? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനെ സംഭവിച്ച ആളുകളുണ്ട്, നഊദു ബില്ലാഹ്. പിന്നീട് ഇവർ ഹറാമായ നിലക്ക് പിന്നീട് നടക്കുന്ന വ്യഭിചാരമാണ്. മാത്രമല്ല അവർക്കിടയിൽ അത് സംഭവിക്കാൻ എളുപ്പമാണ്. കാരണം നേരത്തെ ഭാര്യാഭർത്താക്കന്മാർ കഴിഞ്ഞ ആളുകളാണ്. അവർക്കിടയിൽ പിന്നീട് ഹറാം ഉണ്ടാകുക എന്നുള്ളത് എളുപ്പമായിരിക്കുമല്ലോ. പിന്നീട് നോക്കൂ, അതുവരെ വെറുപ്പുണ്ടായിരുന്നു, മുഖത്തോട് പോകാൻ നോക്കാൻ കഴിയാത്ത ആളുകൾ തമ്മിൽ തലാഖ് സംഭവിച്ചോ, പിന്നെ അവളോട് അതുവരെ ഇല്ലാത്ത സ്നേഹം. ഇതാണ് ശൈത്താന്റെ കെണി. സുബ്ഹാനല്ലാഹ്. അവൻ ആളുകളെ ഹറാമിൽ വീഴ്ത്താൻ അങ്ങേയറ്റം ബദ്ധശ്രദ്ധനായിരിക്കും. അല്ല, അള്ളാഹു ഹലാലാക്കിയ സമയത്ത്, അള്ളാഹു ഇഷ്ടപ്പെടുന്ന ബന്ധം ഉണ്ടായിരിക്കുന്ന സമയത്ത് വെറുപ്പ്, അള്ളാഹു ഇഷ്ടപ്പെടാത്ത സമയത്ത്, അള്ളാഹു വെറുക്കുന്ന സമയത്ത് മനസ്സിൽ സ്നേഹം ഉണ്ടായി കൊടുക്കുക. ഇതാണ് ശൈത്താന്റെ കുതന്ത്രം. വളരെ നമ്മൾ ശ്രദ്ധിക്കണം. ഇതുപോലുള്ള കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കണം. കാരണം റമദാനിൽ അതുവരെ അല്ലാത്ത സമയത്ത് ഇങ്ങനത്തെ വികാരമില്ലാത്ത മനുഷ്യർ റമദാനിലായിരിക്കും എന്ന് തോന്നുന്നു. ശൈത്താൻ അങ്ങനെയാണ്. ആളുകളെ നശിപ്പിക്കാൻ അവൻ അങ്ങേയറ്റം പരിശ്രമിക്കുന്നവനാണ്. നഊദു ബില്ലാഹ്. അല്ലാഹുവിൽ അഭയം തേടുക, അവനോട് കാവൽ തേടുക എന്നതാണ് വഴി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഒരാൾ വന്നു. ഇമാം ബുഖാരിയും മറ്റും ഉദ്ധരിച്ച ഹദീസാണ്. സുബ്ഹാനല്ലാഹ്, മനോഹരമായ ഒരു ഹദീസാണ്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നിട്ട് പറഞ്ഞു, ഹലക്തു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ, ഞാൻ നശിച്ചുപോയി. ഖാല വമാ അഹ്ലകക. നബി ചോദിച്ചു, എന്തേ നിന്നെ നശിപ്പിച്ചത്? അപ്പൊ പറഞ്ഞു, വഖഅതു അല ഇംറഅതി ഫി റമദാൻ. നബിയെ, ഞാൻ റമദാനിൽ എൻ്റെ ഭാര്യയുമായി ബന്ധപ്പെട്ടു പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഹൽ തജിദു മാ തുഅതിഖ്, നിനക്ക് അടിമയെ മോചിപ്പിക്കാൻ സാധിക്കുമോ? ഖാല ലാ. അദ്ദേഹം പറഞ്ഞു, ഇല്ല, കഴിയില്ല. ഹൽ തസ്തതിഉ അൻ തസൂമ ശഹറൈൻ മുതതാബിഈൻ, നിനക്ക് 2 മാസം തുടർച്ചയായി നോമ്പെടുക്കാൻ സാധിക്കുമോ? ഖാല ലാ. അദ്ദേഹം പറഞ്ഞു, അതിന് കഴിയില്ല. അത് കഴിയാത്ത ആളാണെന്ന് മനസ്സിലാക്കുക. കഴിയുന്നവനാണെങ്കിൽ അത് നിർബന്ധമാണ്. ഖാല ഫഹൽ തജിദു ഇത്ആമ 60 മിസ്കീന, നിനക്ക് 60 സാധുക്കൾക്ക് ഭക്ഷണം നൽകാൻ സാധിക്കുമോ? ഖാല ലാ. അദ്ദേഹം പറഞ്ഞു, അതിനും സാധിക്കില്ല. അതിനും സാധിക്കാത്ത ആളാണ്. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. ഖാല ഫമകസ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നിന്നു, ഒന്നും പറയാതെ നിന്നു. ഫബൈന നഹ്നു അലാ ദാലിക്, അങ്ങനെ നമ്മൾ നിൽക്കെ, ഉതിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഅറഖിൻ ഫീഹാ തംറുൻ, ഒരു പാത്രത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നബിയുടെ അരികിലേക്ക് കാരക്കാരോ കൊണ്ടുവന്നു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഐന സാഇൽ, ചോദിച്ച ആളെവിടെ? ഫഖാല അന, അദ്ദേഹം പറഞ്ഞു, നബിയെ, ഞാനിവിടെ ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുദ് ഹാദാ ഫതസദ്ദഖ് ബിഹ്, നീ ഇത് എടുത്ത് ഇത് സദഖ നൽകുക. ഫഖാല റജുൽ, അദ്ദേഹം പറഞ്ഞു, അല അഫ്ഖറ മിന്നി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ, എന്നെക്കാളും പാവപ്പെട്ട ഒരാൾക്കാണ് ഞാൻ കൊടുക്കേണ്ടത്. ഫവല്ലാഹി മാ ബൈന ലാബതൈഹാ അഹ്ലു ബൈത്തിൻ അഫ്ഖറു മിൻ അഹ്ലി ബൈത്തി, മദീനയുടെ ഈ 2 അതിർത്തികൾക്കിടയിൽ എന്നെക്കാളും ഫഖീറായ ഒരു മനുഷ്യനില്ല. فضحك النبي صلى الله عليه وسلم حتى بدت أنيابه, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 പല്ലുകൾ കാണുമാറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചു. ثم قال أطعمه أهلك, നബി അദ്ദേഹത്തിന് കൊടുത്തു, നീ നിന്റെ വീട്ടുകാർക്ക് കൊടുത്തു. അല്ലാഹു അക്ബർ. നോക്കൂ നിങ്ങൾ, ഈ ഹദീസിൽ ഈ കാര്യത്തിന് തെളിവുണ്ട്. അഥവാ ഈ തെറ്റ് ചെയ്താൽ ഒരാൾക്ക് ബാധ്യത എന്താണ്? ഒരടിമയെ മോചിപ്പിക്കുക. അതിന് സാധിക്കുന്നില്ല എങ്കിൽ 2 മാസം തുടർച്ചയായി നോമ്പെടുക്കുക. അതിന് സാധിക്കുന്നില്ല എങ്കിൽ 60 സാധുക്കൾക്ക് ഭക്ഷണം നൽകുക. അപ്പൊ നോക്കൂ, ഇതാണ് നോമ്പ് മുറിക്കുന്ന 2ാമത്തെ കാര്യം, ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെടുക. 3ാമത്തേത് ഒരാൾ സ്വയം സ്ഖലനമുണ്ടാക്കുക എന്നതാണ്. സ്വയം സ്ഖലനമുണ്ടാക്കുക എന്നതാണ്. ഇത് ചിലപ്പോൾ ഒരാൾ സ്വയം ഭോഗം ചെയ്തിട്ടോ, അതല്ല എങ്കിൽ തൻ്റെ ഭാര്യയോ മറ്റോ ചുംബിക്കുകയോ അല്ലെങ്കിൽ സ്പർശിക്കുകയോ
അല്ലെങ്കിൽ ഒരാൾ ആവർത്തിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആലോചിക്കുകയോ ചെയ്ത് ഉണ്ടാകാം. പെട്ടെന്ന് വന്നു പോകുന്നതല്ല, മറിച്ച് ഒരാൾ വീണ്ടും കരുതിക്കൂട്ടി ആലോചിച്ച്, അതല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിന് മുന്നേ ഉള്ള അതിൻ്റെ പ്രാഥമിക കാര്യങ്ങളോ മറ്റോ ചെയ്ത് ഒരാൾക്ക് സംഭവിച്ചാൽ, ചില പണ്ഡിതന്മാർ പറഞ്ഞു ഒരാൾ തുടർച്ചയായി നോക്കി വീണ്ടും അയാൾക്ക് ലൈംഗിക വികാരം ഉണ്ടാകുന്ന രൂപത്തിൽ നോക്കി, എന്നിട്ട് സ്ഖലനമുണ്ടായാൽ അയാളുടെ നോമ്പ് മുറിയും. അയാൾക്ക് തൗബ നിർബന്ധം, അള്ളാഹുലേക്ക് ഖേദിച്ചു മടങ്ങണം, തെറ്റാണ് ചെയ്ത്. അതുപോലെ ആ ദിവസത്തെ നോമ്പ് നോറ്റുവിട്ടണം. അല്ലാതെ നേരത്തെ പറഞ്ഞ കഫാറത്ത് ബാധകമല്ല. കാരണം അയാൾ കഫാറത്ത് എപ്പോഴാണ്? അത് ലൈംഗിക ബന്ധം അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ നിർവഹിച്ചാൽ മാത്രമാണ്. അപ്പോൾ നോക്കൂ, സ്ഖലനം ഉണ്ടാക്കുക എന്നത് നോമ്പ് മുറിക്കുന്ന കാര്യമാണ്. എന്നാൽ സ്വപ്നസ്ഖലനം ഉണ്ടായ ഒരാൾക്ക് ഉറക്കത്തിൽ സംഭവിച്ചു. ഉറക്കത്തിൽ ഒരാൾക്ക് റമദാനിന്റെ പകലിൽ സ്ഖലനമുണ്ടായാൽ അയാളുടെ നോമ്പിന് യാതൊന്നും സംഭവിക്കുകയില്ല. അയാളുടെ നോമ്പ് സഹിഹാണ്. നോമ്പ് അയാൾ പൂർത്തിയാക്കുക, നിസ്കാരത്തിന് മുമ്പായി കുളിക്കുക എന്ന് മാത്രം. അതുപോലെ ചില ആളുകൾക്ക് എങ്കിലും ഉണ്ടാകുന്ന ഇതിനോട് ചേർന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ച മസ്അലയാണ്, ഒരു പുരുഷന് മദി പുറപ്പെട്ടാൽ നോമ്പ് മുറിയുമോ ഇല്ലേ? മദി പുറപ്പെട്ടാൽ നോമ്പ് മുറിയുകയില്ല, മറിച്ച് മനീയ് പുറപ്പെട്ടാൽ മാത്രമേ നോമ്പ് മുറിയുകയുള്ളൂ. അത് തന്നെ ഉണർച്ചയിൽ. മദി എന്നാൽ പുരുഷന്റെ ലൈംഗികാവയത്തിലൂടെ പുറത്തു പോകുന്ന സാധാരണ വെള്ളത്തിന്റെ നിറത്തിലുള്ള വഴുവഴുപ്പുള്ള ദ്രാവകമാണ്. അതൊരാൾ ലൈംഗിക കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയോ അതിന്റെ പ്രാരംഭ കാര്യങ്ങളിൽ ഏർപ്പെടുകയോ ചുംബിക്കുകയോ ആലിംഗനം ചെയ്യുകയോ മറ്റോ ചെയ്താലാണ് അത് പുറത്തേക്ക് പോകുക. അത് സംഭവിച്ചാൽ ഒരാൾക്ക് നിർബന്ധം എന്താണ്? വുദു എടുക്കുക. കുളി ആൾക്ക് നിർബന്ധമാകുന്നില്ല. അതുപോലെ നോമ്പ് മുറിയൊന്നുമില്ല. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ പ്രസിദ്ധമായ ഹദീസാണ്, കുൻതു റജുലൻ മദ്ദഅൻ, ഞാൻ മദി ധാരാളമായി പോകുന്ന ഒരാളായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇതിനെക്കുറിച്ച് ചോദിക്കാൻ എനിക്ക് ലജ്ജ തോന്നി. ലിമക്കാൻ ഇബ്നതിഹി മിന്നി, കാരണം നബിയുടെ മകളെന്റെ ഭാര്യയാണല്ലോ, അതുകൊണ്ട് നബിയോട് ചോദിക്കാൻ എനിക്ക് ലജ്ജ തോന്നി. ഞാൻ എന്ത് ചെയ്തു? ഞാൻ മിഖ്ദാദ് ബിൻ അസ്വദ് റളിയല്ലാഹു അൻഹു ചോദിക്കാൻ ഏൽപ്പിച്ചു. നോക്കൂ, സഹാബത്തിന്റെ സുന്ദരമായ മാതൃക. ലജ്ജ അവരെ ഇൽമു പഠിക്കുന്നതിൽ തടസ്സപ്പെടുത്തിയില്ല. അതേസമയം ലജ്ജ പാലിക്കേണ്ടടുത്ത് അവർ പാലിക്കുകയും ചെയ്തു. അതിന് വേറെ വഴി കണ്ടെത്തി. കൂട്ടുകാരനെ കൊണ്ട് ചോദിപ്പിച്ചു. നേർക്കേറെ നബിയോട് ചോദിച്ചില്ല. പക്ഷെ ലജ്ജ അവരെ പഠിക്കുന്നതിൽ നിന്ന് തടഞ്ഞുമില്ല. എങ്ങനെയായിരിക്കണം സംസാരം? എന്തെവിടെയും കയറി പറയാം എന്നതല്ല. അതേസമയം ആ ലജ്ജ അറിവ് നേടുന്നതിന് തടസ്സമാകാനും പാടില്ല. നിങ്ങൾ കേട്ടിട്ടില്ല, ഉമർ ഖത്താബും ഇബ്നു ഉമറും തമ്മിൽ നടന്ന മനോഹരമായ സംഭവം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന്റെ കൂടെ മജ്ലിസിലിരിക്കെ ജുമ്മാർ കൊണ്ടുവരപ്പെടും. ജുമ്മാർ അത് ഈത്തപ്പനത്തടിയുടെ ഉള്ളിൽ നിന്ന്, നമ്മുടെ തെങ്ങിന്റെ ഒക്കെ തെങ്ങ് മുറിച്ചാൽ ഉള്ളിൽ നിന്ന് കിട്ടുന്ന പോലെ ഉള്ളതാണ് ജുമ്മാർ, ഈത്തപ്പനത്തടിയുടെ. അതിന്റെ ഒരു ഭക്ഷണമുണ്ട്, ജുമ്മാർ എന്നാണ് അതിന് പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് അത് കൊണ്ടുവരപ്പെട്ടു. അപ്പോൾ നബി ചോദിച്ചു, ഇന്ന മിന ശജരി ഷജറ മസലുഹാ കമസലിൽ മുഅ്മിൻ, മരങ്ങളിൽ ഒരു മരമുണ്ട്, അതിന്റെ ഉദാഹരണം മുഅ്മിനെ പോലെയാണ്. അതേതാണ് മരം? അപ്പൊ ആളുകൾ പല പല മരങ്ങളെ കുറിച്ച് ഇങ്ങനെ പറയുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ ചെറിയ കുട്ടിയായിരുന്നു. ഇബ്നു ഉമർ പറഞ്ഞു, എന്റെ മനസ്സിൽ അപ്പം തന്നെ വന്നു അത് നഖ്ലത്താണ്, ഈത്തപ്പനയാണ്. കാരണം നബി ജുമ്മാർ കൊണ്ടുവരപ്പെട്ടപ്പോഴാണ് ഇത് ചോദിച്ചത്. അതുകൊണ്ട് ആ സന്ദർഭത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി അത് ഈത്തപ്പനയാണ്. പക്ഷെ ഞാൻ നോക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്, ഒന്നും പറയുന്നില്ല, മറുപടി ഒന്നും പറയുന്നില്ല, ഉത്തരം പറയുന്നില്ല. ഞാൻ എൻ്റെ ഉപ്പയെ നോക്കി, ഉമർ ഇബ്നുൽ ഖത്താബ്, ഒന്നും പറയുന്നില്ല. അപ്പൊ ഞാനും ഉണ്ടായിരുന്നു. അങ്ങനെ മജ്ലിസ് കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോൾ ഒടുവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹിയ നഖ്ല, അത് ഈന്തപ്പനയാണ്. മജ്ലിസ് കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോൾ ഞാൻ എൻ്റെ ഉപ്പയോട്, ഉമർ ഇബ്നുൽ ഖത്താബിനോട് പറഞ്ഞു, നബി അത് ചോദിച്ചപ്പോൾ എനിക്കറിയാമായിരുന്നു നഖ്ലത്താണ്. അപ്പോൾ ഉമർ ചോദിച്ചു, ഉപ്പ ചോദിച്ചു, നീ എന്താ മോനെ അത് പറയാതിരുന്ന? അപ്പൊ പറഞ്ഞു, ഞാൻ അബൂബക്കർ സിദ്ദീഖിനെ നോക്കി ഒന്നും പറയുന്നില്ല റളിയല്ലാഹു അൻഹു, നിങ്ങളൊന്നും പറയുന്നില്ല. അപ്പൊ ഞാൻ ലജ്ജിച്ചു, ഞാൻ പറഞ്ഞില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ അത് പറയലായിരുന്നു എനിക്ക് ഇന്ന കാര്യങ്ങളെക്കാളൊക്കെ ഇഷ്ടം. ഇബ്നു ഹജർ ആ ഹദീസിന്റെ വിശദീകരണത്തിൽ പറഞ്ഞു, അത് പിതൃസഹജമായ ഒരു ആഗ്രഹമാണ്. അതിൽ മനസ്സിലാക്കാം, ഒരു പിതാവിന് തന്റെ മകൻ നല്ല ഉന്നതമായ സ്ഥാനത്ത് ദീനിലും ദുനിയാവിലും എത്തിച്ചേരാൻ ആഗ്രഹം ഉണ്ടാവുക ഇഖ്ലാസിനെതിരല്ല. അത് പിതൃസഹജമായ ആഗ്രഹമാണ്. അതാണ് ഉമറിന് ഇവിടെ ഉണ്ടായത്. കാരണം ആ ഉത്തരം പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിലപ്പോൾ ദുആ ചെയ്തേക്കാം. പക്ഷെ ഇബ്നു ഉമർ അവിടെ എന്താണ് പാലിച്ചത്? മുതിർന്ന ആളുകളെ നോക്കി അവരുടെ മുകളിൽ കയറി പറയാൻ ശ്രമിച്ചില്ല. ലജ്ജ പാലിച്ചു, അദബ് പാലിച്ചു.
അപ്പം നല്ല കാര്യമാണ്. സഹാബത്ത് റളിയല്ലാഹു അൻഹു നോക്കൂ, അലി അത് പഠിക്കണം, അറിയണം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയുടെ ഉപ്പയാണ്, നബിയുടെ മകളാണ് ഭാര്യ ഫാത്തിമ റളിയല്ലാഹു അൻഹ. അതുകൊണ്ട് നബിയോട് നേരിട്ട് ചോദിക്കാൻ ലജ്ജ തോന്നും. പക്ഷെ അത് ചോദിക്കാതിരുന്നില്ല, മിഖ്ദാദിനെ കൊണ്ട് ചോദിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫീഹിൽ വുദൂ, അതിൽ വുദൂ ആണ് ചെയ്യേണ്ടത്. വുദൂ ചെയ്യും. മതി എന്നാൽ വൃഷണങ്ങൾ സഹിതം ലൈംഗികാവയവം കഴുകുക. മതി വന്നാലുള്ള പ്രത്യേകമായ നിയമമാണ്. അത് ബാധിച്ച ലൈംഗികാവയവത്തിന്റെ ഭാഗം മാത്രമല്ല, 2 വൃഷണങ്ങൾ കൂടി കഴുകണം എന്നാണ്. മൂത്രം പോയതുപോലല്ല. മൂത്രം ഒഴിച്ചാൽ ഒരാൾ അത് എവിടെ ആയിട്ടുണ്ട് അവിടെ മാത്രം കഴുകിയാൽ മതി. പക്ഷെ മതി വന്നാൽ ഒരാൾ വൃഷണങ്ങൾ കൂടി കഴുകണം എന്നതാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. അതുകൂടാതെ നിസ്കാരത്തിന് മുമ്പായി വുദൂ ചെയ്യുക. അപ്പോൾ നോക്കൂ, എന്നാൽ അതുകൊണ്ട് നോമ്പ് മുറിയുകയില്ല, നോമ്പിന് ഒന്നും അതുകൊണ്ട് സംഭവിക്കുകയില്ല. എന്നാൽ ഒരാൾ ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പുകാരനായിരിക്കും ഭാര്യയെ ചുംബിച്ചിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത് കാണാം, നിങ്ങളിൽ ആർക്കാണ് തന്റെ ലൈംഗിക വികാരത്തെ നബിയെ പോലെ പിടിച്ചു വെക്കാൻ സാധിക്കുക? ഒരാൾക്ക് തന്നെ കുറിച്ച് അറിയാം, ഇത് തുടങ്ങിയെടുത്ത് നിൽക്കുകയില്ല എങ്കിൽ ശ്രദ്ധിക്കണം. അതുപോലുള്ള കാര്യങ്ങൾക്ക് പോകാൻ നിൽക്കരുത്. കാരണം പിന്നീട് ഒരാൾക്ക് പരിധി വിട്ടുപോയേക്കാം. നോമ്പ് മുറിയുന്ന 4ാമത്തെ കാര്യം ഇസ്തിഖാ ആണ്. ഇസ്തിഖാ എന്നാൽ കൈ അഥവാ ഛർദി വരുത്തുക, കരുതി കൂട്ടി ഛർദിക്കുക. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നതായി നമുക്ക് കാണാം, മൻ ഇസ്തഖാ വഹുവ സായിമുൻ ഫഅലൈഹി അൽഖദാ വമൻ ദറഅഹു അൽഖയഉ ഫലൈസ അലൈഹി അൽഖദാ. നോമ്പുകാരനായിരിക്കെ ഛർദി വരുത്തിയാൽ അയാൾ നോമ്പ് വീട്ടണം, നോമ്പ് എടുത്ത് വീട്ടണം, ആ നോമ്പ് മുറിഞ്ഞു. എന്നാൽ ഛർദി വന്നുപോയാൽ നോമ്പ് മുറിയുകയില്ല. കരുതി കൂട്ടി ഛർദിക്കുക എന്നത് പാടില്ല. കരുതി കൂട്ടി ഛർദിക്കാൻ പാടില്ല. കരുതി കൂട്ടി ഛർദിക്കാൻ പറഞ്ഞാൽ എങ്ങനെ? ചിലപ്പോൾ വായിൽ വിരലിട്ടിട്ടോ മറ്റോ ഛർദിക്കുക. അതല്ലെങ്കിൽ ഒരാൾക്കറിയാം ചില കാഴ്ച, അതിങ്ങനെ നോക്കിയാൽ ഛർദി വരും, അല്ലെങ്കിൽ ചില ഗന്ധം അത് മണത്താൻ എനിക്ക് ഛർദി വരുന്ന ഒരാൾക്ക് ഉറപ്പാണ്. എന്നിട്ട് അയാളത് പോയി ചെയ്താൽ എന്നിട്ട് ഛർദി വന്നാൽ നോമ്പ് മുറിയുമെന്നാണ്. അപ്പം കരുതിക്കൂട്ടി വരുത്തിയെന്നാണ്. കരുതിക്കൂട്ടി അവൻ അത് വരുത്തും. കരുതിക്കൂട്ടി ഛർദി വരുത്തിയാൽ അതെങ്ങനെ ചെയ്തിട്ടായാലും നോമ്പ് മുറിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്നിട്ടുള്ളത്. 5ാമത്തേത് ഹൈദോ നിഫാസോ ഉണ്ടാവുക. ഹൈദോ നിഫാസോ ഉണ്ടായാൽ നോമ്പ് മുറിയും. അതേക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദർസിൽ വിശദീകരിച്ചിട്ടുണ്ട്. 6ാമത്തെ കാര്യം റിദ്ദ, ഇസ്ലാം എന്നൊരാൾ പുറത്തു പോവുക. നഊദു ബില്ലാഹ്, നഊദു ബില്ലാഹ്, നഊദു ബില്ലാഹ്. ഇസ്ലാം എന്ന് പുറത്തു പോയാൽ അയാളുടെ എല്ലാ അമലുകളും ബാത്തിലായി എന്നതുപോലെ അയാളുടെ നോമ്പും ബാത്തിലായിരിക്കുന്നു. അയാൾ പിന്നെ തിരിച്ചു വന്നാൽ ആ നോമ്പ് പിന്നീട് നോറ്റ് വീട്ടണം. 7ാമത്തേത് നോമ്പ് മുറിക്കാൻ നീയത്താക്കുക. മുമ്പ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ. അതായത് റമദാന്റെ പകലിൽ ഒരാൾ തീരുമാനിച്ചു ഞാൻ നോമ്പ് മുറിച്ചു, തീരുമാനിച്ചാൽ അവൻ്റെ നോമ്പ് വരുന്നു. ഭക്ഷണം കഴിച്ചില്ലെങ്കിലും വെള്ളം കുടിച്ചിട്ടില്ലെങ്കിലും തീരുമാനിച്ചാലാണ്. അതല്ലാതെ വസ്വാസ് ഉണ്ടാവുകയോ സംശയം തോന്നി മുറിക്കണോ വേണ്ടേ എന്ന് സംശയം തോന്നിയാലല്ല, ഉറപ്പിച്ചു എങ്കിൽ അയാളുടെ നോമ്പ് മുറിഞ്ഞിരിക്കുന്നു. നീയത്തുൽ ഇഫ്താർ എന്ന് പറയും. നോമ്പ് മുറിക്കാൻ ഒരാൾ മനസ്സിൽ കരുതിയാൽ അഥവാ ഉറപ്പിച്ചാൽ നോമ്പ് മുറിഞ്ഞിരിക്കുന്നു. 8ാമത്തേത് ഹിജാമയാണ്. ഹിജാമ ചെയ്താൽ, ഹിജാമ എന്നത് കൊമ്പ് ചികിത്സ എന്ന് പഴയ കാലത്ത് അറിയപ്പെടുന്ന, ആധുനിക കാലത്തും അതിന്റെ ആധുനിക രൂപമുണ്ട്, ഒരു ചികിത്സയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ ആ ചികിത്സ പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. 3 കാര്യങ്ങളിലാണ് ഷിഫ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. 1 തേൻ കഴിക്കുക, 2 കരിച്ചു കളയുക, 3 ഹിജാമ. ഇതിൽ കരിച്ചു കളയുക എന്നത് ചെയ്യാതിരിക്കലാണ് നല്ലത്. പക്ഷെ അതിൽ ഷിഫ ഉണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ചെയ്യാതിരിക്കലാണ് നല്ലത്. ചെയ്താൽ കുറ്റമൊന്നുമില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അത് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് മറ്റൊരാൾക്ക് വേണ്ടി. ഹിജാമ ചികിത്സകളിൽ വളരെ നല്ല ചികിത്സയാണ്. പക്ഷെ അത് അറിയുന്ന പഠിച്ച ആളുകളിൽ നിന്ന് വേണം ചെയ്യാൻ. വളരെ ശ്രദ്ധിക്കണം. എല്ലാവരും ഒരു വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ഹിജാമ ചെയ്യുക അത് ശരിയല്ല. മറിച്ച് നന്നായി പഠിച്ച ആളുകളിൽ നിന്ന് ചെയ്താൽ അത് നല്ല കാര്യങ്ങൾ. അത് ആവശ്യമുണ്ടെങ്കിൽ, അതിന് ആവശ്യമുണ്ടെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യമുള്ളപ്പോഴാണ് ചെയ്തിട്ടുള്ളത്. ആവശ്യമില്ലാതെ വെറുതെ അത് പോയി ചെയ്യേണ്ടതില്ല. മറിച്ച് ആവശ്യമുണ്ടെങ്കിൽ, എവിടെയെങ്കിലും വേദനയോ മറ്റോ ഉണ്ട്, എന്തെങ്കിലും രോഗമുണ്ട് എങ്കിൽ അത് ചെയ്യുക നല്ല കാര്യമാണ്. ഹിജാം അത് ചെയ്താൽ നോമ്പ് മുറിയും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അഫ്തറൽ ഹാജിമു വൽ മഹ്ജൂം. ഹിജാമ ചെയ്തവനും അത് ചെയ്തു കൊടുത്തവൻ്റെ നോമ്പ് മുറിയും എന്നാണ് ഹദീസിലുള്ളത്. പക്ഷെ ചെയ്തു കൊടുത്ത ആളുടെ നോമ്പ് മുറിയുക എന്നത്
അത് പഴയ കാലത്ത് ഇത് ചെയ്യുന്നത് കൊമ്പ് വെച്ചിട്ട് ഒരാളുടെ വായിൽ വെച്ച് വലിക്കലാണ്. കൊമ്പ്, മൃഗങ്ങളുടെ കൊമ്പ് ശരീരത്തിൽ വെച്ച് എന്തു ചെയ്യും? ഹിജാമ ചെയ്യുന്ന ആൾ വലിക്കും, വായിലൂടെ വലിക്കും. അങ്ങനെയാണ് രക്തം പുറത്തേക്ക് വരിക. ഇത് ചെയ്തു കൊടുക്കുന്ന ആളുടെ ഉള്ളിലേക്ക് പോകും. അതുകൊണ്ടാണ് അയാളുടെയും നോമ്പ് മുറിയുക എന്നതാണ്. ഞാൻ ഈ പറയുന്ന വിഷയങ്ങളിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, പക്ഷെ അല്ലാഹു അഅലം ഇതാണ് സഹീഹ്. അതുകൊണ്ട് തന്നെ ഈ ആധുനിക കാലത്ത് ഹിജാമ ചെയ്തു കൊടുക്കുന്ന ഒരാളുടെ നോമ്പ് മുറിയില്ല. കാരണം ഇപ്പോൾ അങ്ങനെയല്ല ഹിജാമ ചെയ്യാറുള്ളത്, വായിൽ വെച്ചിട്ട് രക്തം വലിക്കുകയല്ല ചെയ്യാറുള്ളത്. മറിച്ച് ചെയ്യപ്പെടുന്ന ആളുടെ നോമ്പ് മുറിയും എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിൽ ഹിജാമ ചെയ്തു എന്ന ഒരു ഹദീസുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർക്കിടയിൽ ഈ വിഷയത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ അല്ലാഹു അഅലം കൂടുതൽ സഹീഹ് ഹിജാമ ചെയ്യപ്പെട്ട ആളുടെ നോമ്പ് മുറിയും എന്നാണ്. എന്തുകൊണ്ടാണത്? പണ്ഡിതന്മാർ, ഷെയ്ഖുൽ ഇസ്ലാമിനെ പോലെയുള്ള പണ്ഡിതന്മാർ ഇത് കരുതിക്കൂട്ടി ഛർദ്ദിക്കുന്നതിന്റെ അതിനോട് സാദൃശ്യപ്പെടുത്തിയത് കാണാം. ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക എന്നതുകൊണ്ട് മാത്രമല്ല നോമ്പ് പറയുന്നത്. കരുതിക്കൂട്ടി ഛർദ്ദിച്ചാൽ നോമ്പ് പറയുന്നില്ലേ? ഹദീസിൽ വന്നതാണല്ലോ. അപ്പോൾ ഉള്ളിലേക്ക് പോയാൽ മാത്രമല്ല നോമ്പ് മുറിക്കുക, നമുക്ക് അതിന് മനസ്സിലാക്കാം. കരുതിക്കൂട്ടി ഛർദ്ദിച്ചാൽ നോമ്പ് മുറി, അതിൽ സംശയമില്ല. അതുപോലെ രക്തം അത് വലിയ അളവിൽ പുറത്തേക്ക് കരുതിക്കൂട്ടി കളഞ്ഞാൽ നോമ്പ് മുറിയും എന്നാണ്. കരുതിക്കൂട്ടി വലിയ അളവിൽ ഹിജാമ ചെയ്യുമ്പോൾ വലിയ അളവിൽ രക്തം പുറത്തേക്ക് പോകും. അതുകൊണ്ട് തന്നെ വലിയ അളവിൽ രക്തം പുറത്തേക്ക് പോകുന്ന മറ്റെന്തെങ്കിലും കാര്യം ചെയ്താലും എന്ത് സംഭവിക്കും? നോമ്പ് മുറിയും. വലിയ അളവിൽ പോയി, ഇപ്പോൾ രക്തം ദാനം ചെയ്യുക പോലെയുള്ള കാര്യം. അതേസമയം എന്തെങ്കിലും ടെസ്റ്റിനോ മറ്റോ വേണ്ടി വളരെ കുറഞ്ഞ അളവിൽ രക്തമെടുത്താൽ നോമ്പ് മുറിയുകയില്ല. കുറഞ്ഞ അളവിൽ രക്തം എടുക്കുകയാണ്, ഒരു സിറിഞ്ചിൽ ഇങ്ങനെ എടുത്തു, എന്തിനു വേണ്ടി? ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ എടുത്താൽ നോമ്പ് മുറിയുകയില്ല. അതേസമയം രക്തദാനം പോലെ, ഹിജാമ പോലെ രക്തം വലിയ അളവിൽ പുറത്തേക്ക് പോയാൽ നോമ്പ് മുറിയും. ഹിജാമയാണ്, സമാനമായ കാര്യങ്ങളാണ് നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ അവസാനം പറഞ്ഞത്. അടുത്തത് 9ാമത്തെ കാര്യം, മൂക്കിലേക്ക് എന്തെങ്കിലും വെള്ളമോ മറ്റോ മരുന്നോ എന്തെങ്കിലും ഉറ്റിക്കുക. ഏത് രൂപത്തിൽ? അത് ഉള്ളിലേക്ക് പോകുന്ന രൂപത്തിൽ. ഉള്ളിലേക്ക് പോകുന്ന രൂപത്തിൽ മൂക്കിലേക്ക് എന്തെങ്കിലും ഇട്ട്, എന്നിട്ട് അത് ഉള്ളിലേക്ക് പോയാൽ നോമ്പ് മുറിഞ്ഞിരിക്കുന്നു. അതേസമയം ഉള്ളിലേക്ക് പോയില്ല, മൂക്കിൽ ഉറ്റുക മാത്രമാണ് ചെയ്തത്, ഉള്ളിലേക്ക് പോയില്ല എങ്കിൽ നോമ്പ് മുറിയുകയില്ല. അതുകൊണ്ട് തന്നെ റമദാനിന്റെ പകലിൽ മൂക്കിൽ മരുന്നോ മറ്റോ ഉറ്റിക്കുക എന്നത് പാടില്ലാത്തതാണ്, നോമ്പ് മുറിയും. എന്താണ് അതിനുള്ള തെളിവ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ലഖീത്ത് ബിൻ സബറ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ കാണാം, എന്തു ചെയ്യുക? നീ വുദൂ ചെയ്യുമ്പോൾ വിരലുകൾ പരസ്പരം കോർക്കുക, താടി ചിക്കി കഴുകുക, ഉബാലിഗ് ഫിൽ ഇസ്തിൻഷാഖ്, മൂക്കിനുള്ളിലേക്ക് നന്നായി വെള്ളം കയറ്റി ചീറ്റുക, ഇല്ലാ അൻ തകൂന സായിമ, നോമ്പുകാരനായിരിക്കുമ്പോൾ ഒഴികെ. അപ്പൊ നോമ്പിൽ വുദൂ ചെയ്യുമ്പോൾ എന്ത് ചെയ്യരുത്? മൂക്കിലേക്ക് വെള്ളം ഉള്ളിലേക്ക് സാധിക്കുന്നത്ര വലിച്ചു കയറ്റുക എന്നത് പാടില്ല. അതിന് മറ്റൊന്ന് മനസ്സിലാക്കുക, നോമ്പല്ലാത്തപ്പോൾ എന്താണ് സുന്നത്ത്? സാധിക്കുന്നത്ര ഉള്ളിലേക്ക് വലിച്ചു കയറ്റുക എന്നതാണ്. ബാലിഗ് എന്ന് പറഞ്ഞാൽ സാധിക്കുന്നത്ര എന്നാണ്, ഉള്ളിലേക്ക് വലിച്ചു ചീറ്റുക എന്നതാണ്. ഒരാൾ മൂക്കിന്റെ അല്പം മാത്രം ഉള്ളിലേക്ക് കയറ്റി വുദൂ ചെയ്താൽ വുദൂ സഹീഹാൻ. കാരണം ആ വുദൂവാണ് നമ്മൾ എപ്പം ചെയ്യേണ്ടത്? നോമ്പിന് ചെയ്യേണ്ടത്. നോമ്പല്ലാത്തപ്പോഴോ സുന്നത്ത് എന്താണ്? ഏറ്റവും നല്ലത് പരമാവധി ഉള്ളിലേക്ക് വലിച്ചു കയറ്റി ചീറ്റുക. പക്ഷെ അത് നോമ്പിന് ചെയ്യരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൽ മനസ്സിലാക്കാം, ഉള്ളിലേക്ക് പോകുന്ന രൂപത്തിൽ മൂക്കിൽ വല്ലതും കയറ്റിയാൽ നോമ്പ് മുറിയും. എന്നാൽ നോമ്പിന്റെ മൂക്കിന്റെ അറ്റത്ത് ഉള്ളിലേക്ക് പോകാത്ത രൂപത്തിൽ എന്തെങ്കിലും മരുന്ന് പുരട്ടണം എന്ന് ചിന്തിക്കുക. ഒരാൾക്കൊരു ഓയിൻമെന്റോ മറ്റോ മൂക്കിന്റെ അല്പം ഉള്ളിൽ പുരട്ടണം നോമ്പിന്റെ സമയത്ത്, നോമ്പ് മുറിയുമോ? മുറിയുകയില്ല. കാരണം വുദൂ ചെയ്യുന്നുണ്ട്, അപ്പോൾ അവിടെ വെള്ളം ആവുന്നുണ്ട്. എന്നാൽ ഉള്ളിലേക്ക് പോകുന്ന രൂപത്തിൽ മൂക്കിലൂടെ വെള്ളം വലിക്കരുത്, അത് നോമ്പ് മുറിക്കുന്ന കാര്യമാണ്. ഇതിന് അതേസമയം ചെവിയിലോ അല്ലെങ്കിൽ കണ്ണിലോ മറ്റോ എന്തെങ്കിലും മരുന്നോ മറ്റോ ഉറ്റിക്കുക എന്നത് നോമ്പ് മുറിയുന്ന കാര്യമല്ല. അത് നോമ്പ് മുറിയുന്ന കാര്യമല്ല. ഇതുപോലെ ഇഞ്ചക്ഷനുകൾ, സിറിഞ്ചുകൾ, ഇത് പോഷണം നൽകുന്ന രൂപത്തിലാണ് എങ്കിൽ ഒരാൾക്ക് പോഷണം നൽകും, ഒരാൾക്ക് ഉഷാറുണ്ടാക്കും. അങ്ങനെയുള്ള രൂപത്തിലാണെങ്കിൽ ഉപയോഗിക്കാൻ പാടില്ല, അത് നോമ്പ് മുറിക്കുന്ന കാര്യമാണ്. ഇത്രയുമാണ് നോമ്പ് മുറിയുന്ന കാര്യങ്ങളായി നമുക്ക് മനസ്സിലാക്കാനുള്ളത്.
ബാക്കി നോമ്പിൻ്റെ മസലകൾ വരുന്ന ദർസിൽ മനസ്സിലാക്കാം إن شاء الله. والله تعالى أعلم. صلى الله وسلم وبارك على عبده ورسوله نبينا محمد وآله وصحبه أجمعين. السلام عليكم ورحمة الله وبركاته.